Good morning, all. Good morning. പ്രപഞ്ച സൃഷ്ടാവിനെ നന്ദി പറഞ്ഞു. ഗുഡ് മോർണിംഗ്. പ്രപഞ്ച സൃഷ്ടാവിനെ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും നല്ല പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാനായിട്ട് ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ളത് ഷഹന മാം ആണ്. മാം UAE-യിൽ നിന്നാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. മാം RBT സർട്ടിഫൈഡ് ബിഹേവിയർ തെറാപ്പിസ്റ്റ് ആണ്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആണ്, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. മാമിനെ വളരെ സ്നേഹത്തോടു കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. അതുപോലെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും സ്നേഹത്തോടു കൂടി ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യും. Thank you, Sajana ma'am. Good morning, all. Good morning. എന്താ എല്ലാവർക്കും സുഖമായിട്ടിരിക്കണോ? സുഖം. എൻ്റെ പേര് സന്തോഷമായിരിക്കണം. എൻ്റെ പേര് ഷഹാന. ഞാനിവിടെ അബുദാബിയിൽ നിന്നാണ് ജോയിൻ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 15 types of distorted thinking. അപ്പോൾ ആർക്കെങ്കിലും പറയാൻ പറ്റും എന്താണ് ഡിസ്റ്റോർട്ടഡ് തിങ്കിങ്? ഡിസ്റ്റോർട്ടഡ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന് ഒരു വികൃതമായ ചില ചിന്താരീതികൾ, അതെല്ലാവരുടെ മനസ്സിലും വരുന്ന ഒരു രീതികളാണത്. വികൃതമായ ചിന്താരീതികൾ. നമ്മുടെ മനസ്സ് നമ്മളോട് തന്നെ നടത്തുന്ന ചില കളികളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും എല്ലാ കാര്യങ്ങളും ചില കാര്യങ്ങളൊക്കെ നമുക്ക് എതിരായിട്ട് ഇങ്ങനെ സംഭവിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ ആർക്കെങ്കിലും? എന്താ എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത്? ഉണ്ട്, പണ്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അങ്ങനെ ഇല്ല. എനിക്കിപ്പൊ എല്ലാം അനുയോജ്യമായിട്ട് തോന്നുന്നുണ്ട്. ഞാൻ പിമ്പിൾ അക്കാഡമിയിലെ ട്രെയിനർ കോഴ്സ് ഇപ്പം ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. ഇനി വൺ പ്ലാറ്റ്ഫോം എന്റെ സെപ്റ്റംബർ 1 എനിക്ക് പണ്ട് എന്റെ ജീവിതത്തിൽ എനിക്ക് എല്ലാം എന്തൊക്കെയോ, പക്ഷെ ഞാൻ ഭയങ്കര ഈശ്വരവിശ്വാസിയാ, നല്ല ബിലീവറാ. പക്ഷെങ്കില് എന്നാലും എനിക്ക് എന്തൊക്കെയോ എനിക്കെതിരെ നടക്കുന്ന പോലൊക്കെ തോന്നുമായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് എല്ലാം അനുകൂലമായിട്ട് പോകുന്നു, എല്ലാം എനിക്ക് ശുഭമായിട്ട് തോന്നുന്നുണ്ട്. എനിക്കിപ്പൊ എല്ലാം കാണാൻ കഴിയുന്ന പോലെ തോന്നുന്നുണ്ട്. എന്റെ ആറ്റിറ്റ്യൂഡ് മാറ്റിയോണ്ടാ, മൈൻഡ് സെറ്റ് മാറ്റിയോണ്ടാ. അതെ അതെ അതെ. നമുക്കിപ്പോ എന്തെങ്കിലും 2-3 കാര്യങ്ങൾ അടുപ്പിച്ച് വന്നാൽ എന്താ എനിക്ക് മാത്രം ഇങ്ങനെ, ഞാൻ മാത്രം എന്താ, എനിക്ക് ബാക്കിയുള്ളവർക്കൊക്കെ നല്ല കാര്യങ്ങൾ നടക്കണ്ടല്ലോ, എനിക്ക് മാത്രം എന്തിങ്ങനെ, ഞാൻ എപ്പോൾ ടിക്കറ്റ് എടുത്താലും അത് ക്യാൻസൽ ആവുന്നുണ്ട്, അങ്ങനെയൊക്കെ നമുക്ക് 2-3 പ്രാവശ്യം അങ്ങനെ സംഭവിച്ചാൽ മതി. പിന്നെ നമ്മൾ അങ്ങനത്തെ ഒരു ചിന്താരീതിയിലേക്ക് പോകും. അങ്ങനത്തെ കുറെ വികൃതമായ ചിന്താരീതികളെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ യാതൊരു ബന്ധവുമില്ലാതെ നമ്മുടെ മനസ്സ് നമ്മോട് തന്നെ തെറ്റായ രീതിയിൽ ചിന്തിക്കാനും വിശ്വസിക്കാനും പ്രേരിപ്പിക്കുന്ന മാനസിക പ്രക്രിയകളാണ് വികൃതമായ ചിന്താരീതികൾ. അപ്പം ഈ CBT എല്ലാവർക്കും അറിയാലോ, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. അതനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ വ്യാഖ്യാനിക്കുന്ന രീതിയാണ് നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം നമ്മൾ എങ്ങനെയാണ് അത് പെർസീവ് ചെയ്യണത്, അതാണ് നമ്മുടെ ഇമോഷൻസ് ആയിട്ട് മാറുന്നത്. അപ്പം ഇത് ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങളുടെ മനസ്സ് സ്വയം നെഗറ്റീവായ ഒരു നിഗമനത്തിലേക്ക് ചാടുന്നത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും ഫസ്റ്റ് നമ്മൾ നെഗറ്റീവാണ് ചിന്തിക്കുക. അപ്പം ഒരാൾ ഒരുപാട് കാലം നമ്മളോട് നല്ല രീതിയിലായിരിക്കും പെരുമാറിയിട്ടുണ്ടാവുക, നല്ല സ്നേഹത്തിൽ ഒരുപാട് ഹെൽപ്പും ഒക്കെ ഉണ്ടാവും. ഒരു ചെറിയ കാര്യം അവരിൽ നിന്ന് അല്ലെങ്കിൽ ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ മൈൻഡ് വെറും അത് മാത്രമേ പറഞ്ഞുകൊണ്ടിരിക്കുള്ളൂ. ഇയാളുടെ നല്ല കാര്യം കംപ്ലീറ്റ് മനസ്സിൽ നിന്ന് പോയിണ്ടാവും. നല്ലത് ചെയ്തതൊക്കെ പോയിട്ട് ഈ നെഗറ്റീവ് മാത്രം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അങ്ങനത്തെ കുറെ വികൃതമായ കുറച്ച് ചിന്താരീതികളുണ്ട് നമ്മുടെ മനസ്സിന്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന്, അത് മെയിനായിട്ട് 15 തരത്തിലുള്ള ചിന്താരീതികളെയാണ് നമ്മളിവിടെ വിശദീകരിക്കാൻ പോകുന്നത്. ഫസ്റ്റത്തേതാണ് ഫിൽട്ടറിങ്. എന്താണ് ഫിൽട്ടറിങ്? ഒരു സാഹചര്യത്തിലെ നല്ല കാര്യങ്ങളെല്ലാം ഒഴിവാക്കി
നെഗറ്റീവായ കാര്യം മാത്രം പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു രീതി. ഇപ്പം ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു ഇതില് ഇപ്പൊ ഒരു മാനേജർ ഒരു 9 നല്ല കാര്യം നമ്മളെ കുറിച്ച് പറഞ്ഞെന്ന് വെച്ചോ, ഒരു കാര്യം മാത്രം ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഒരു കാര്യം മാത്രം നമ്മൾ മനസ്സിൽ ഇങ്ങനെ കൊണ്ടുനടക്കുക. ഞാന് എന്നാലും സാർ ഇങ്ങനെ പറഞ്ഞില്ലേ, ഞാൻ മോശമാണ്. ഇപ്പൊ ഈ 9 കാര്യം കംപ്ലീറ്റ് പോയി. അല്ലെങ്കിൽ മാർക്ക് കിട്ടുന്ന കാര്യത്തിലായാലും ഇത്രയും കിട്ടിയതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കില്ല. ആ പോയത് മാത്രം, എവിടെയാണ് ആ പോയത് മാത്രം നമ്മൾ ആലോചിച്ച് വിഷമിക്കുന്ന ഒരു രീതിയാണ് ഫിൽട്ടറിങ്. അങ്ങനെ സംഭവിക്കാറില്ലേ? ഇത് വായിക്കുമ്പോ എന്തായാലും ഈ 15 രീതികളിലൂടെ നമ്മൾ എല്ലാവരും കടന്നു പോയിട്ടുണ്ടാവണം. അങ്ങനെ അപ്പം അതാണ് ഒരെണ്ണം, ഫിൽട്ടറിങ്. ഓക്കെ. രണ്ടാമത്തതാണ് പോളറൈസേഷൻ അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ്. കാര്യങ്ങളെ ഒന്നുകിൽ പൂർണ്ണ വിജയം അല്ലെങ്കിൽ പൂർണ്ണ പരാജയം, എങ്ങനെ രണ്ട് അതിരുകളിൽ മാത്രം കാണുക. അതായത് ഇപ്പൊ ഒരു എക്സാം ആണെന്ന് വെച്ചോ, അപ്പൊ അതിൽ 100-ൽ 100 കിട്ടിയ ഞാൻ ബെസ്റ്റ്, ഞാൻ നല്ലതാണ്. അതല്ല 100-ൽ 99 അല്ലെങ്കിൽ 90 കിട്ടിയാലും പിന്നെ ആ പോയ മാർക്കിനെ കുറിച്ച് ഞാൻ പെർഫെക്റ്റ് അല്ല, എനിക്ക് ഫുൾ മാർക്ക് കിട്ടില്ല. അങ്ങനെ ആ ഒരു അതിരുകളിൽ വെച്ച് കാണുക, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഒന്നില്ലെങ്കിൽ ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ്, അതായത് ഒന്നില്ലെങ്കിൽ വിജയം അല്ലെങ്കിൽ പരാജയം. എല്ലാം പെർഫെക്റ്റ് ആകണമെന്ന് വാശി പിടിച്ചിട്ട് ചെറിയൊരു കുറവ് വന്നപ്പോൾ ആകെ തകർന്നു പോകുന്ന ഒരു അനുഭവം, അതാണ് പോളറൈസേഷൻ. നെക്സ്റ്റ് ആണ് ഓവർ ജനറലൈസേഷൻ. ഓവർ ജനറലൈസേഷൻ എന്ന് വെച്ചാൽ ഒറ്റപ്പെട്ട ഒരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ വരും കാലത്തും എല്ലാ കാലത്തും ഇത് തന്നെ സംഭവിക്കുമെന്ന് അനുഗമിക്കുക. അതാണ് ഓവർ ജനറലൈസേഷൻ. അപ്പൊ ഏതെങ്കിലും ഒരു പ്രാവശ്യം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഒരു ഇന്റർവ്യൂവിൽ പോയിട്ട് ഫസ്റ്റ് ഇന്റർവ്യൂവിൽ ഒരു ജോലി കിട്ടിയില്ല എന്ന് വെച്ചോ, അപ്പൊ എനിക്ക് ഇനി ഒരു കാലത്തും ജോലി കിട്ടാൻ പോണില്ല. അവരെന്നെ ആളുകൾ ഡിഫറെന്റ് ആണ്, സാഹചര്യം ഡിഫറെന്റ് ആണ്, പലരും പല പ്രിഫറൻസ്, അങ്ങനൊന്നും നമ്മൾ ചിന്തിക്കില്ല. ഒരു പ്രാവശ്യം കിട്ടാണ്ടാവുമ്പത്തേനും എനിക്കൊക്കെ ആര് ജോലി തരാനായി, അങ്ങനൊരു നിഗമനത്തിലേക്ക് നമ്മൾ എത്തുക. അതാണ് ഓവർ ജനറലൈസേഷൻ. അതാണ് ഓവർ ജനറലൈസേഷൻ. നെക്സ്റ്റ് വൺ ആണ് മൈൻഡ് റീഡിങ്. ഇപ്പം മറ്റുള്ളവര് എങ്ങനെ എന്നെ കുറിച്ച് എന്താണ് ചിന്തിച്ചതെന്നുള്ളത് ഞാനിപ്പൊ തന്നെ തീരുമാനിക്കുന്നത്. അതായത് എന്താണ് ചിന്തിക്കുന്നത് ചോദിക്കാതെ തന്നെ അത് മോശമായിട്ടാണെന്ന് ചിന്തിക്കുന്നതാണ് എന്ന് ഊഹിക്കുക. അപ്പൊ ഇപ്പൊ ക്ലാസ് എടുക്കുന്ന കാര്യം തന്നെ ആവാം. ഇപ്പം ക്ലാസ് എടുക്കുമ്പം ഇപ്പൊ കുറച്ച് പേര് അങ്ങനെ ലെഫ്റ്റ് ആയിന്ന് വെച്ചു, അപ്പൊ നമ്മൾ വിചാരിക്കുകയാണ് എന്റെ ക്ലാസ് ഒക്കെ മോശമാണ്, അങ്ങനെ അതിനെ ബെറ്റർ ആക്കാനുള്ള ഒരു രീതിയിലല്ലാതെ അങ്ങനെ ചിന്തിക്കുന്നതാണ്. മറ്റുള്ളവർ ഇപ്പൊ ഞാൻ അവരോട് ചോദിക്കാതെ തന്നെ ഞാനൊരു നിഗമനത്തിലേക്ക് എത്തുകയാണ്, മോശമാണ്, അത് മോശമാണെന്നാണ്. അതായത് ഫസ്റ്റ് നെഗറ്റീവിലേക്കാണ് പോണത്. അല്ലെങ്കിൽ അവർക്ക് തിരക്കായിട്ടാണ്, അല്ലെങ്കിൽ അവര് വേറെ എന്തെങ്കിലും പ്രശ്നമായി, അങ്ങനെയൊന്നും ചിന്തിക്കില്ല. ഫസ്റ്റ് ചിന്തിക്കുന്നത് തന്നെ മോശമായിട്ടാണെന്നുള്ള ആ ഒരു ചിന്താരീതി. അതാണ് മൈൻഡ് റീഡിങ്. മറ്റുള്ളവർ തങ്ങൾ എങ്ങനെ കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് ചോദിക്കാതെ തന്നെ മോശമായിട്ടാണെന്ന് ചിന്തിക്കുന്ന ഇത് ഊഹിക്കുക. ഓക്കെ. അതാണ് എപ്പോഴും അനാവശ്യമായ ഒരു ആങ്സൈറ്റിയും ഉത്കണ്ഠ ഉണ്ടാവും. അവരെന്നെ കുറിച്ച് എന്താണ് ചിന്തിക്കുക, അവര് മോശമായിട്ടായിരിക്കും ചിന്തിക്കുക. അല്ലെങ്കിൽ ഒന്ന് വെറുതെ ഒന്ന് മുഖമാടി ഇരിക്കണത് കണ്ടാല്, അല്ലെങ്കിൽ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞ് ചിലപ്പോൾ തിരിച്ചു പറഞ്ഞിട്ടുണ്ടാവില്ല, അവർ വേറെ എന്തെങ്കിലും മൈൻഡിലായിരിക്കും എന്ന് ചിന്തിക്കുന്നതിന് പകരം എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടാവും. അവരുടെ മൈൻഡ് നമ്മൾ റീഡ് ചെയ്യാണ്, അത് നെഗറ്റീവായിട്ട് റീഡ് ചെയ്യുന്നു. അതാണ് മൈൻഡ് റീഡിങ് എന്ന് പറയുന്നത്. പിന്നെയാണ് കാറ്റസ്ട്രഫൈസിങ്. വരാനിരിക്കുന്ന ചെറിയൊരു പ്രശ്നത്തെ ഏറ്റവും വലിയ ദുരന്തമായി ചിത്രീകരിക്കുക. അത് ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഒരു ഡോക്ടറുടെ ടെസ്റ്റ് എടുത്തെന്ന് വെച്ചോ, അപ്പൊ ആ ബ്ലഡ് ടെസ്റ്റിന്റെ റിസൾട്ട് വരുന്നത് വരെ നമ്മള് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കും. അതൊന്ന് വന്ന് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ ഡോക്ടർ പറയണം അതൊന്ന് കുത്തിയെടുത്താന്ന് അയച്ചു പരിശോധിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ
അത് അതിനെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ നെഗറ്റീവ് ഒന്നും ഉണ്ടാവില്ല എന്ന് നമ്മൾ ആലോചിക്കില്ല. നമ്മൾ ആലോചിക്കുന്നത് ഇത് വലിയ എന്തോ രോഗമാണ്, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാറില്ലേ? ഉണ്ടാവണം. അല്ല, പല രീതിയിൽ നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ആൾക്കാരല്ലേ. നമുക്ക് എപ്പോഴും ഫസ്റ്റ് നെഗറ്റീവ് അല്ലേ വരെ എല്ലാവർക്കും. ഇപ്പൊ ഡോക്ടർ ഇപ്പോൾ ഒരു ടെസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ അതിന്റെ റിസൾട്ടേ ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യണം, ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. അപ്പത്തിന് നമ്മൾ ഫസ്റ്റ് ചിന്തിക്കുക നമുക്ക് എന്തോ പ്രശ്നമുണ്ട് എന്നുള്ള ഒരു രീതിയിലാണ് അത് കിട്ടണേ. എന്താണാവോ അങ്ങനെ പറഞ്ഞേ എന്നുള്ളൊരു, അതായത് ഒന്നും ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കില്ല. നമ്മളപ്പോ തന്നെ നമ്മളാകെ നെഗറ്റീവിലേക്കായിട്ട് പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആണ് ചിന്തിക്കുക. ഗൂഗിളിൽ അടിച്ചു നോക്കി അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇപ്പം എൻ്റെ അനിയത്തി തന്നെ എനിക്ക് ഈ കൊറോണ സമയത്ത് എന്തൊക്കെയോ കുറെ ഫേക്ക് വാർത്തകൾ വന്നില്ലേ, ഈ വാക്സിൻ എടുത്തവർക്ക് ഇങ്ങനെയാണൊക്കെ. ഇവള് വിളിച്ചിട്ട് കരയന്നെ, എനിക്ക് എന്തോ പ്രശ്നമുണ്ട്, ഞാൻ ഇങ്ങനെ ഒരു വാർത്ത കണ്ടു എന്നും പറഞ്ഞിട്ട്. കാരണം നമ്മള് ഞങ്ങളൊക്കെ പേടിച്ച്, കാരണം അവളെ നിഗമനത്തിൽ കണ്ട് എത്തിക്കുകയാണ് ഇത് പ്രശ്നമാണ് എന്നുള്ള രീതി. അപ്പോൾ അത് നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്തയിലേക്ക് പോകുന്നതിനാണ് കാറ്റസ്ട്രോഫൈസിങ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വണ് പേഴ്സണലൈസേഷൻ. മറ്റുള്ളവരുടെ പെരുമാറ്റത്തിനെയോ ചുറ്റും നടക്കുന്ന മോശം കാര്യങ്ങൾക്കൊക്കെ താനാണ് കാരണമെന്ന് തെറ്റായി വിശ്വസിക്കുക. ഞാൻ കാരണമാണ് ഇപ്പോ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഞാൻ കാരണമാണ്. അതിനിപ്പോ ബോസ് ഒന്ന് ദേഷ്യം പിടിച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചെന്ന് വെച്ചോ, അല്ലെങ്കിൽ ജോലിക്ക് പോകുമ്പോ അപ്പൊ ഇന്നലെ ഞാൻ വെച്ച ഫയല് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, അത് തെറ്റായിരിക്കും, അതായിരിക്കും അയാൾ ദേഷ്യം പിടിച്ചിരിക്കുന്നത്. അയാൾക്ക് വേറെ കാരണങ്ങളുണ്ട്, പല കാരണങ്ങളുണ്ട് അയാളുടെ ലൈഫില് ദേഷ്യം പിടിക്കാനും അല്ലെങ്കിൽ വിഷമിച്ചിരിക്കാനും ഒക്കെ. പക്ഷെ നമ്മൾ ഫസ്റ്റ് ചിന്തിക്കുന്നത് ഞാൻ കാരണമാണ് അയാൾ അങ്ങനെ വിഷമിച്ചിരിക്കുന്നത്. അങ്ങനത്തെ പല ചിന്തകളുണ്ടായിരിക്കും. അതാണ് പേഴ്സണലൈസേഷൻ. എല്ലാം ഞാൻ കാരണമാണ് എന്ന് ചിന്തിക്കുന്നത്. ഏഴാമത്തേതാണ് കൺട്രോൾ ഫാലസീസ്. ചുറ്റുമുള്ള എല്ലാത്തിനെയും നിയന്ത്രണം എൻ്റെ കയ്യിലാണെന്ന് വിശ്വസിക്കുക, അല്ലെങ്കിൽ ഞാൻ പൂർണ്ണമായും നിസ്സഹായനാണെന്ന് കരുതുക. എല്ലാവരെയും സന്തോഷിപ്പിക്കേണ്ട ഉത്തരവാദിത്വം എനിക്ക് മാത്രമാണെന്ന് വിശ്വസിക്കുന്ന ഒരു രീതിയാണ് കൺട്രോൾ ഫാലസീസ്. അപ്പൊ നമ്മുടെ കൺട്രോളിലുള്ള കാര്യത്തിനെ, നമ്മൾ കൺട്രോളിൽ ഇല്ലാത്ത കാര്യത്തിനെ നമ്മൾ എന്താ ചെയ്യുക, അമിതമായിട്ട് ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് അത് അതിൽ തളർന്നു പോവുക. അതാണ് കൺട്രോൾ ഫാലസീസ്. നമ്മളിപ്പം ഒരു പരിപാടി അവതരിപ്പിക്കുകയാണെന്ന് വെച്ചോ, അത് കംപ്ലീറ്റ് ഒരു ഗ്രൂപ്പിന്റെ ആണെങ്കിൽ അത് നമ്മൾ പേഴ്സണലായിട്ട് എടുക്കുകയാണ്. അത് കൺട്രോൾ നമ്മളുടെ കൺട്രോളിലാണ്, ഞാൻ ഹാപ്പി ആക്കണം എല്ലാവരെയും. എന്നിട്ട് കിടന്നിട്ട് ആകെ കൂടി ടെൻഷൻ അടിക്കുന്ന ഒരു രീതിയാണ് കൺട്രോൾ ഫാലസീസ്. എല്ലാത്തിന്റെ നിയന്ത്രണം എൻ്റെ കയ്യിലാണെന്ന് സ്വയം അങ്ങനെ വിശ്വസിക്കുകയാണ്, ഞാൻ ചെയ്തെങ്കിൽ മാത്രമേ അത് ശരിയാവുള്ളൂ എന്ന ഒരു രീതിയാണ് അത്. പിന്നെ എട്ടാമത്തെ ഒരു കൈൻഡ് ഓഫ് ഡിസോർഡർ തിങ്കിങ് ആണ് ഫാലസി ഓഫ് ഫെയർനെസ്. ജീവിതം എപ്പോഴും നീതിപൂർണമായിരിക്കണമെന്ന് കർശനമായി പ്രവർത്തിക്കുക. അപ്പം അതായത് നമ്മൾ കുറെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും, അപ്പൊ എനിക്ക് വടക്കൊന്നും സംഭവിക്കാൻ പാടില്ല, കാരണം ഞാൻ ഇത്രയും നല്ല സൂക്ഷിച്ചിട്ട് അല്ലെങ്കിൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുമ്പോൾ എനിക്ക് നല്ലത് മാത്രമേ സംഭവിക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു നിഗമനം. അങ്ങനത്തെ വിശ്വാസങ്ങൾ നല്ലതാണ്, പക്ഷെ നമ്മള് അങ്ങനെ തന്നെ ജീവിതം നമ്മളോട് ആക്കണമെന്ന് നമ്മള് തീരുമാനിക്കുകയാണ്. ഞാൻ ഇത്രയും നന്നായിട്ട് ചെയ്തിട്ട് എനിക്ക് മാത്രം മോശം അനുഭവം വന്നു എന്ന് പരാതിപ്പെടുക. അതായത് ജീവിതത്തിൽ ന്യായമല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ മാറുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം തോന്നും ആ സംഭവം. അതായത് എന്താ എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിച്ചു, ഞാൻ ഇത്രയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ട് എന്താ എന്നോട് മാത്രം ഇങ്ങനെ ചെയ്തത്, അങ്ങനെയൊക്കെ ഉള്ള ഒരു രീതി. പക്ഷെ ലൈഫിലാണ് എല്ലാവരും, പല ആളുകൾ പല രീതിയിലാണ്, അവരൊക്കെ നമ്മളോട് പല രീതിയിൽ പെരുമാറാം എന്നുള്ള ആ ഒരു ചിന്തയിലേക്കൊന്നും പോകില്ല. നമ്മള് ആ ഒരു എപ്പോഴും ഫെയർ ആയിട്ടിരിക്കണം, ലൈഫ് എപ്പോഴും ഫെയർ ആയിരിക്കണം എന്ന് ഒരു ചിന്ത, അത് നമുക്കൊക്കെ ഉണ്ടാവും. കാരണം എനിക്കുണ്ട്. അങ്ങനെ എത്രയും നല്ല രീതിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് എതിരെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമം നമുക്ക് അങ്ങനെ തോന്നി, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ എനിക്കിങ്ങനെ വന്നേ,
ലൈഫ് അങ്ങനെയാണ്. പലർക്കും പല രീതിയിൽ പല അനുഭവങ്ങളൊക്കെ വരും എന്നുള്ള അത് നമ്മൾ കുറച്ച് പ്രായമായാലും നമുക്ക് ആ ഒരു ഇത് മനസ്സിലാവുള്ളൂ. നമ്മൾ ഒരുപാട് അങ്ങോട്ട് വിശ്വസിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നവരുടെ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക, ആ ഇങ്ങനെയാണല്ലേ ലൈഫ്. നമ്മളിപ്പോ വല്ലാതെ അങ്ങോട്ട് നല്ലതായാലും നമ്മൾ നല്ല രീതിയിൽ പോവാന്നുള്ളത് അത് വേറൊരു വശം. പക്ഷെ അതേപോലെ തന്നെ മറ്റുള്ളവർ നമ്മളോട് പെരുമാറണമെന്ന് നമ്മൾ വാശി പിടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ക്ലിയർ ആയിട്ട് പോയാൽ മതി. പിന്നെ ബ്ലെയിമിങ്, 9ാമത്തേതാണ് ബ്ലെയിമിങ്. ബുദ്ധിമുട്ടുകൾ മറ്റുള്ളവരെ മാത്രം കുറ്റപ്പെടുത്തുക, സ്വന്തം ഭാഗത്തെ തെറ്റുകൾ കാണാതിരിക്കുക. അതായത് ഞാൻ കഷ്ടപ്പെടാൻ കാരണം അയാളാണ്. അപ്പം എൻ്റെ ഒരു റിലേറ്റീവ് ഉണ്ട്. അപ്പൊ അവര് ഡിവോഴ്സ്ഡ് ആയിരുന്നു, ചെറിയ 2 മക്കളൊക്കെ ആയിട്ട്. അപ്പൊ എത്ര 10-60 വയസ്സ് വരെയും എന്റെ ലൈഫ് ഇങ്ങനെ ആവാൻ കാരണം എൻ്റെ ഹസ്ബൻഡാണ്, അയാൾ ഇങ്ങനെ ചെയ്തത് കൊണ്ടാണ്. അങ്ങനെ ഒരു രീതിയിലാണ് അവര് സംസാരിച്ചത്. എപ്പോഴും അങ്ങനെ സംസാരിക്കുള്ളൂ. ഒട്ടും ഒക്കെ അയാൾ അങ്ങനെ ചെയ്തു, ഞാനിനി പല രീതി മുന്നോട്ട് പോട്ടെ എന്നുള്ള രീതിയിലേക്ക് പോകില്ല. എന്റെ ലൈഫ് ഇങ്ങനെ ആവാൻ കാരണം ഈ ആളാണ്, അല്ലെങ്കിൽ എന്നെ മര്യാദക്ക് വളർത്താണ്ടാണ്, എൻ്റെ പാരൻസ് അങ്ങനെ ആയിട്ടാണ് ഞാൻ ഇങ്ങനെ ആയത്. അങ്ങനെ മറ്റുള്ളവരെ നമ്മൾ ബ്ലെയിം ചെയ്യുന്ന ഒരു രീതി. ഒരു ബുദ്ധി വെച്ച് കഴിഞ്ഞാല് ഇനിയിപ്പം പാരൻസ് അങ്ങനെ ആയി, കുറച്ച് ബുദ്ധി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വയം നന്നാവാൻ നോക്കാനതിന് പകരം നമ്മൾ അവരെങ്ങനെ ബ്ലെയിം ചെയ്തുകൊണ്ടേ ഇരിക്കുക. നമ്മൾ നന്നാവാനുള്ള ഒരു ടൈം നമ്മൾ എന്ത് ചെയ്യണം, അവരെ ബ്ലെയിം ചെയ്തിട്ട് അവര് കാരണമാണ്, അല്ലെങ്കിൽ അവരെനിക്ക് സമ്പാദിച്ചു തരാത്തതുകൊണ്ടാണ്, അങ്ങനെ ആ ഒരു രീതിയിൽ ബ്ലെയിം ചെയ്യുന്ന രീതിയാണ് ഇത്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ സ്വന്തം ഭാഗം പരിശോധിക്കുന്നതിന് പകരം മറ്റുള്ളവരെ പഴിചാരുക, അങ്ങനത്തെ കുറച്ച് സ്വഭാവങ്ങളായിരിക്കും. എന്തെങ്കിലും പ്രശ്നം അയാൾ കാരണമാണ്, നമ്മുടെ ഭാഗം ശരിയാണെന്ന് എപ്പോഴും വിചാരിച്ചിട്ട് മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുന്ന ഒരു രീതിയാണ് ബ്ലെയിമിങ്. പിന്നെ ഷുഡ്സ് സ്റ്റേറ്റ്മെന്റ്, അതായത് കാര്യങ്ങൾ എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച് കർശന നിയമങ്ങൾ വെക്കുക, പാലിക്കാതെ ആകുമ്പോൾ നിരാശപ്പെടുക. ഞാൻ ഒരിക്കലും തെറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നെന്ന് സ്വയം ശകാരിക്കുക. അതായത് കാര്യങ്ങൾ ഇങ്ങനൊക്കെ തന്നെ പോകാൻ പാടുള്ളൂ എന്ന് നമ്മൾ ഇതാക്കുക. എന്തെങ്കിലും ഒരു എന്താ പറയാ ഇൻസിഡന്റ് വന്നു കഴിഞ്ഞാൽ അത് പാടില്ല എന്നുള്ള ഒരു രീതി, അതാണ് ഷുഡ് സ്റ്റേറ്റ്മെന്റ്. ഇങ്ങനെ തന്നെ പോയിരിക്കണം കാര്യങ്ങൾ. അതാണ് അതിപ്പം നമ്മളിപ്പോ പാരന്റ്സ് ആയാല് മക്കൾ ഇങ്ങനെ തന്നെ വളരണം എന്ന് നമ്മള് ഒരു രീതി വെക്കുക. എന്നിട്ട് ഇപ്പൊ കുട്ടികൾക്ക് താല്പര്യം വേറൊരു കാര്യത്തിലേക്കാണെങ്കിൽ അപ്പോൾ നമ്മൾ നിരാശരാകുക. അങ്ങനെ കുട്ടികൾക്ക് അവര് വേറൊരു വ്യക്തിയാണ്, അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാതെ ഞാൻ എന്താണോ അതേപോലെ തന്നെ, ഞാൻ പറയുന്ന പോലെ തന്നെ വളരണം. ഓക്കെ, ഇവർ ഇങ്ങനെ തന്നെ ആയിരിക്കണം, അവരിങ്ങനെ തന്നെ ചെയ്യണം എന്ന് കർശനമായ ചട്ടക്കൂടുകൾ വെച്ചിട്ട് നമ്മൾ സ്വയം ബുദ്ധിമുട്ടുക. അപ്പോൾ പിള്ളേരാണ് അവരുടെ നെക്സ്റ്റ് ജനറേഷനാണ്, അവരുടെ രീതികൾ മാറും, അവർക്ക് ആവശ്യങ്ങൾ മാറും, അല്ലെങ്കിൽ അവരുടെ ചോദ്യ രീതികളും അങ്ങനത്തെ ഒക്കെ മാറും എന്നുള്ള ആ ഒരു ചിന്ത നമുക്കുണ്ടാകും. നമ്മൾ പറഞ്ഞത് അതാണ് ചില പാരന്റ്സിനൊക്കെ കുറച്ചുകൊണ്ട് എത്തിക്കഴിഞ്ഞാൽ ആകെ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ജനറേഷൻ മാറി എന്നുള്ള ഒരു ചിന്ത അവർക്ക് വരില്ല. നമ്മളുടെ അതേ ജനറേഷനിൽ നമ്മൾ അതേപോലെ വളർത്തുകയാണ്, നമ്മൾ വളർന്ന അതേപോലെ, പക്ഷെ കുട്ടികൾ മാറി എന്നുള്ള ആ ഒരു ചിന്ത നമുക്ക് വരില്ല. അതാണ് ഷുഡ് സ്റ്റേറ്റ്മെന്റ്സ്. ഇനി നെക്സ്റ്റ് വൺ ആണ് ഇമോഷണൽ റീസണിങ്. എനിക്ക് ഇങ്ങനെ തോന്നുന്നു, അതിനാൽ അത് സത്യമാണെന്ന് വിശ്വസിക്കുക. അതിപ്പോ ഒരു യാത്ര പോവുകയാണെന്ന് വെച്ചോ, അപ്പൊ നമുക്ക് തോന്നാണ് പോയി കഴിഞ്ഞിട്ട് ഇനി വല്ല ആക്സിഡന്റ് പറ്റി കഴിഞ്ഞാൽ ഇനി ഞാൻ ഒറ്റയ്ക്കാണ് പോണത്, അങ്ങനൊക്കെ ഒരു ഭയം മനസ്സിൽ തോന്നും. പിന്നെ യാത്ര ക്യാൻസലാക്കുക. ഓക്കെ, വെറുതെ ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ഒരു ആ ഒരു ചിന്ത വന്നോട് കൂടിയിട്ട് നമ്മൾ ആ ഒരു അത്യാവശ്യമായി തോന്നുന്ന ഒരു അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ മാറ്റി വെക്കണം. എനിക്ക് ഇങ്ങനെ തോന്നുന്നു, എനിക്ക് ഇന്നിപ്പോ ഇന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ വണ്ടി ഇടിക്കും എന്നൊക്കെ തോന്നണം, അല്ലെങ്കിൽ എന്നിട്ട് നമ്മൾ അതിനെ ഇതാക്കുന്നതാണ് ഇമോഷണൽ റീസണിങ്. ഒരു 2 minutes ഒന്ന് ബ്രേക്ക് എടുക്കുന്നുണ്ട്. അവിടെ ബാങ്ക് കൊടുക്കുന്നുണ്ട്.
ഹലോ, താങ്ക് യു ഫോർ വെയിറ്റിംഗ്. അപ്പൊ നമ്മള് 11 കൊഗ്നേറ്റീവ് ഡിസ്റ്റോർഷൻസ് കണ്ടു. 11ാമത്തെ എന്തായിരുന്നു? ഇമോഷണൽ റീസണിങ്. അതായത് എനിക്ക് ഇങ്ങനെ തോന്നുന്നു, അതുകൊണ്ട് അത് സത്യമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു രീതിയാണ്. അത് കുറച്ച് പണ്ടത്തെ ആൾക്കാർക്കൊക്കെ അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. ഇന്ന് പോകണ്ട മോളെ, എനിക്ക് ഇങ്ങനെ എന്തോ ഒരു പ്രയാസം പോലെ തോന്നുന്നു, അങ്ങനെയൊക്കെ അവർ പറയും. അതിനെയാണ് ഇമോഷണൽ റീസണിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഫാലസി ഓഫ് ചേഞ്ച്. അത് മറ്റുള്ളവരെ നിർബന്ധിച്ചോ സ്വാധീനിച്ചോ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് മാറ്റാമെന്ന് വിശ്വസിക്കുക. അതായത് ഇപ്പം കല്യാണത്തിന്റെ കാര്യമായാലും, ഓക്കെ കല്യാണത്തിന് ശേഷം ഞാൻ അയാളെ മാറ്റിയെടുക്കും, എൻ്റെ രീതിയിലേക്ക് മാറ്റിയെടുക്കും എന്നുള്ള പറഞ്ഞിട്ട് അവസാനം അതിനെ കൊണ്ടൊന്നും പറ്റില്ല. അപ്പം മറ്റുള്ളവരുടെ അവരുടെ സ്വഭാവം അവർ കാണിക്കുള്ളൂ. ഏത് കാലം ഇയാൾക്ക് ഇയാൾ മാറ്റിയെടുത്ത ഒക്കെ സിനിമയിലൊക്കെ നടക്കുള്ളൂ, അങ്ങനെ മാറ്റിയെടുക്കലൊക്കെ. അപ്പൊ മറ്റുള്ളവരുടെ മാറ്റം, എന്നിട്ട് അവരെ സ്വഭാവം മാറ്റാൻ വേണ്ടി കഠിനമായി പരിശ്രമിക്കുക, എന്നിട്ട് പരാജയപ്പെടുക, നിരാശപ്പെടുക, അതൊക്കെയാണ് എന്ത്? ഫാലസി ഓഫ് ചേഞ്ച്. മറ്റുള്ളവരുടെ സ്വഭാവം നമുക്ക് മാറ്റാനൊന്നും പറ്റില്ല. നമ്മളെ സ്വഭാവം മാറ്റാൻ പറ്റും നമുക്ക്, നമ്മൾ വിചാരിച്ചാല്. അവരുടെ സ്വഭാവം മാറണമെങ്കിൽ അവർ തന്നെ വിചാരിക്കണം. അപ്പോ അതിനു വേണ്ടിയിട്ട് കഠിനമായി ശ്രമിക്കുക. അങ്ങനത്തെ കാര്യങ്ങളെയാണ് എന്ത്? ഫാലസി ഓഫ് ചേഞ്ച്. നമുക്ക് പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ. മാറണ്ടേന്നൊക്കെ അവര് തീരുമാനിക്കേണ്ട ഒരു രീതിയാണ്. അത് നമുക്ക് ചില സമയത്ത് അനുഭവപ്പെടാറുണ്ട്. നമ്മള് ഇപ്പം ഒരു രീതിയിലായിരിക്കും ജീവിച്ചിട്ടുണ്ടാവുക. രണ്ട് വ്യക്തികളാണ്, രണ്ട് ഫാമിലീസിൽ നിന്ന് വരുന്നതാണെന്നൊന്നും നമ്മള് ആ നേരത്തെ ചിന്തിക്കില്ല. ഞാൻ എങ്ങനെയാണല്ലോ, അപ്പൊ അതേപോലെ തന്നെ അവര് മാറണം എന്നുള്ള ആ ഒരു രീതി എന്താണ്? അതിനെയാണ് ഫാലസി ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ പിന്നെ നിരാശപ്പെടും, മാറുന്നില്ല, നമ്മൾ പോലെ ആവണില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതാണ്. ഇനി ഗ്ലോബൽ ലേബലിംഗ്. ഒരൊറ്റ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാളെ കുറിച്ചോ സ്വയം കുറിച്ചോ മൊത്തത്തിലുള്ള നെഗറ്റീവ് ലേബൽ പതിക്കുക. അപ്പം നല്ല രീതിയിൽ ജീവിച്ച ഒരാളായിരിക്കും, ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒന്ന് എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു, പിന്നെ എഴുതി അവിടെ മുദ്ര അടിച്ച് വെച്ച് നീ എന്ത് തന്നെയാണ് നല്ലത് ചെയ്താലും ഈ പേരിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. അത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ അത് കാണുന്നുണ്ട്. മറ്റേ അഹാന കൃഷ്ണയുടെയും പേളിമാണിയുടെ ഒക്കെ കേസില് ഇനി അവരെന്ത് പോസ്റ്റ് ഇട്ടാലും വീഡിയോ ഇട്ടാലും അവരുടെ താഴെ വരുന്ന രീതി, ആൾക്കാർ ഇപ്പൊ വെറുതെ ഇരിക്കണായിരിക്കും, എന്തെങ്കിലും ആണെങ്കിലും അതന്നെ തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പം ഞാൻ ഹനകൃഷ്ണയുടെ വീഡിയോസ് മുന്നേ എത്ര നല്ല കമന്റ്സ് ആയിരുന്നു ആ കുട്ടിയുടെ വീഡിയോസിൽ വന്നിരുന്നത്. ഇപ്പൊ എന്ത് പറഞ്ഞാലും ആ അമ്മമ്മനെ എന്തൊക്കെയോ പറഞ്ഞാൽ അത് മാത്രമേ ആൾക്കാർ പറയുന്നുള്ളൂ. പിന്നെ ഇനി എന്ത് തന്നെ ഈ കുട്ടി കിടന്നിട്ട് കാട്ടിയിട്ട് കാര്യമില്ല. ആൾക്കാർ ആ ഒരു പേരില് എഴുതി മുദ്ര. ഗ്ലോബൽ ലേബലിംഗ്, അതിനെയാണ് ഗ്ലോബൽ ലേബലിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മൾ സ്വയം നമ്മൾ ലേബൽ ചെയ്യണം. ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ നമ്മളൊരു ഒരു മീറ്റിങ്ങിൽ എന്തെങ്കിലും സംസാരിക്കുക, എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്തെങ്കിലും വാക്കുകൾ തെറ്റിപ്പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ ഒരു പൊട്ടനാണെന്ന് ഞാൻ തന്നെ എന്നെ ഗ്ലോബലി ലേബിൾ ചെയ്യുന്ന ഒരു രീതിയാണ് ഗ്ലോബൽ ലേബലിംഗ്. ഒരു ചെറിയ അബദ്ധത്തിന്റെ പേരിൽ നമ്മൾ എന്തെങ്കിലും നമ്മൾ അവരെ എന്താണ് മോശമായിട്ട് അങ്ങോട്ട് ചിത്രീകരിക്കും. അത് മോശമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ഇപ്പൊ ഇത്രയും നല്ല കാര്യങ്ങൾ വന്നാൽ ആ നല്ല കാര്യം നമ്മളവിടെ പറയില്ല. അത് നമ്മൾ ശരിക്ക് അത് ഇനി എത്ര ഇതൊക്കെ ഉണ്ടെങ്കിലും അതിനൊന്ന് ചെറുതായിട്ട് ഭയക്കുന്നത് നല്ലതാണ്. കാരണം അത്രയും സൂക്ഷിച്ച് ജീവിക്കണം. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ എല്ലാ കാര്യങ്ങളും പോസ്റ്റ് ചെയ്യുന്നവർ വളരെ പറയുന്ന ഓരോ വാക്കുകളും വളരെയധികം സൂക്ഷിച്ച്, അല്ലാത്തവരായാലും അതെ, നമ്മളെ തെറ്റ് മാത്രമേ ആൾക്കാർ കാണുള്ളൂ. അപ്പൊ അതുകൊണ്ട് മാക്സിമം സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ള ഒരു മോട്ടിവേഷൻ. നമ്മളിങ്ങനെ ലോകം അങ്ങനെയാണ്. അപ്പൊ എത്രത്തോളം നമ്മൾ എപ്പോഴും സൂക്ഷിച്ച് ജീവിക്കുക. ഒരു തെറ്റ് നമ്മുടെ ഭാഗത്തുനിന്ന് വരാതിരിക്കാൻ നമ്മൾ സ്വയം അവെയർ ആയിട്ടിരിക്കുകയാണെങ്കിൽ കുറെ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാനായിട്ട് സാധിക്കും. പിന്നെ 14ാമത്തേതാണ് ബീങ് റൈറ്റ്. ഞാൻ പറഞ്ഞതാണ് എപ്പോഴും ശരിയെന്ന് മറ്റുള്ളവർ തെറ്റാണെന്നും തെളിയിക്കാൻ നിരന്തരം വാദിക്കും. അപ്പൊ ഒരു കാര്യം സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ അത് ശരിയാണ്, ഇനിയിപ്പോ അവരുടെ അഭിപ്രായത്തെ മാനിക്കാനാവോ, നിങ്ങൾ പറഞ്ഞ ശരിയാണ്, അത് നമ്മൾ സമ്മതിക്കില്ല. അത് അവർ പറയണത് ശരിയാണെന്ന് ഒരു കാലത്തും സമ്മതിക്കാതെ ഞാൻ പറഞ്ഞതാണ് ശരിയെന്ന് തെളിയിക്കാൻ വേണ്ടി നമ്മൾ നിരന്തരം അതിനു വേണ്ടി വിശദീകരിക്കുക. നമ്മൾ പോയിന്റ് പറഞ്ഞാൽ അതാണ് കറക്റ്റ് എന്ന്. അത് ചിലപ്പം ഈ ഫാമിലി മീറ്റിംഗ്സിലൊക്കെ നമുക്ക് ചിലപ്പം അറിയാൻ പറ്റും. കുടുംബ ചർച്ച, അത് ഞാൻ പറഞ്ഞതാണ് ശരിയെന്ന് അപ്പൊ മുതിർന്ന ആളുകളുടെ ആ ഒരു
രീതിയുണ്ട്. അവർ മറ്റു നെക്സ്റ്റ് ജനറേഷൻ്റെ അഭിപ്രായം ഒന്നും എടുക്കില്ല. അവർ പറയണതാണ് കറക്റ്റ് എന്നുള്ള രീതിയിൽ ഇതാക്കും. മറ്റുള്ളവരുടെ അഭിപ്രായത്തെ മാനിക്കാതെ നിങ്ങൾ പറഞ്ഞതാണ് ശരിയെന്ന് തെളിയിക്കാൻ വാശി പിടിക്കുന്നതാണ് എന്ത് ബീയിങ് റൈറ്റ്. പിന്നെ 15ാമത്തതാണ് ഹെവൻസ് റിവാർഡ് ഫാലസി. ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്കും ത്യാഗങ്ങൾക്കും പെട്ടെന്ന് വലിയ പ്രതിഫലം ലഭിക്കണമെന്ന് പ്രതീക്ഷിക്കുക, കിട്ടാതെ വരുമ്പോൾ ദേഷ്യപ്പെടുക. അപ്പൊ ഒരു നന്മ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉള്ള റിവാർഡ് എനിക്ക് കിട്ടണം എന്നുള്ള ആ ഒരു ഇനിയിപ്പോൾ എങ്ങാനും എന്തെങ്കിലും വേറെ ഒരു വിഷമം സംഭവിച്ചാൽ നമുക്ക് ദേഷ്യം വരും. ഞാനിപ്പോൾ ഇത്രയും ആൾക്ക് ഇത്രയും ഹെൽപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നന്മ ചെയ്തിട്ട് എനിക്കെന്തെങ്ങനെ അല്ല, അത് വേറെ രീതിയിൽ നമുക്ക് വരും. ഏതെങ്കിലും സമയത്ത് തിരിച്ച് നമുക്ക് നല്ല നന്മ വരണം എന്നുള്ളൊരു വിശ്വാസം നല്ലതാണ്. നമ്മൾ നമ്മൾ നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമാണത്. അപ്പം പക്ഷെ അത് പെട്ടെന്ന് തന്നെ കിട്ടണം, എനിക്ക് വേറൊരു വിഷമം എൻ്റെ ലൈഫിൽ വരാൻ പാടില്ല, അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നത് തെറ്റായിട്ടുള്ള രീതിയാണ്. അർഹമായ അംഗീകാരം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ചെയ്യുന്നതിന്റെ അർഹമായ അംഗീകാരം നമുക്ക് കിട്ടാതെ വരുമ്പോൾ അത് ലൈഫിൽ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ആ ഒരു നന്മ നമ്മളെ വരും എന്നുള്ള രീതിയിൽ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നത് ഒരു നല്ലൊരു രീതിയാണ്. പക്ഷെ വേറെ വിഷമം നമുക്ക് വരാൻ പാടില്ല, അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നത് തെറ്റായ രീതിയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ 15 കോഗ്നേറ്റീവ് ഡിസ്ട്രോഷൻസ്, വികൃതമായ ചിന്താരീതികൾ. അത് ഇപ്പൊ ഇതിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? കൂടുതലും നെഗറ്റീവ് അല്ലേ, നമ്മളെപ്പോഴും നെഗറ്റീവാണ്. അതായത് മൈൻഡിന്റെ ഒരു കളിയാണ്. മൈൻഡിന് നെഗറ്റീവ് ഇങ്ങനെ ചിന്തിക്കാനാണ് ഇഷ്ടം. പോസിറ്റീവിനെ കുറിച്ച് പറഞ്ഞ സമയം അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെലിബറേറ്റ്ലി, അതായത് ഇന്റൻഷനലി നമ്മൾ ഈ പോസിറ്റീവ് അഫർമേഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നല്ലതിനെ ചിന്തിക്കാൻ വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്യണം. കാരണം മൈൻഡിന് നെഗറ്റീവ് ചിന്തിക്കാനാണ് ഇഷ്ടം. നെഗറ്റീവ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് നെഗറ്റീവിലേക്ക് നമ്മള് മൂഡും ഇമോഷൻസും ഒക്കെ മാറ്റി നമ്മളെ വിടക്കാക്കാനുള്ളൊരു ശ്രമമാണ്. അതൊരു അതൊരു യുദ്ധമായിട്ട് കണക്കാക്കണം. നമ്മൾ നമ്മളോട് ചെയ്യുന്ന ഒരു വാറാണ് അത്. എപ്പോഴും ഈ നെഗറ്റീവ് വരുമ്പോൾ നമ്മൾ അതിനെ നല്ല വശം മാത്രം ചിന്തിക്കാൻ നമ്മൾ സ്വയം നമ്മളെ തന്നെ ട്രെയിൻ ചെയ്യണം. അതിന് അഫർമേഷൻസ് ഒക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഞാനൊരു മണ്ടനാണെന്ന് എപ്പോഴെപ്പോഴും നമ്മൾ നമ്മുടെ മൈൻഡിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു കൊഗ്നേറ്റീവ് പാത്വേ, അതായത് ഒരു ന്യൂറൽ പാത്വേ കണക്ഷൻ വരികയാണ്. പിന്നെ നമുക്ക് കാണുന്നതൊക്കെ നമ്മൾ ചെയ്യണതൊക്കെ പൊട്ടത്തരായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ദിവസവും രാവിലെ ഞാൻ നല്ലതാണ്, എനിക്കിങ്ങനെ കഴിവുകളുണ്ട്, അങ്ങനെ ഇപ്പം ഞാൻ വീക്കാണ് അല്ലെങ്കിൽ എനിക്കൊരു ആരോഗ്യമില്ല, ഞാൻ മടിച്ചാണെന്ന് ഞാൻ തന്നെ എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന എനിക്ക് മടി കൂടാനുള്ള സാഹചര്യങ്ങൾ എനിക്കിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും രാവിലെ ഐ എം ഹെൽത്തി, ഐ എം ഹാപ്പി, ഐ എം എനർജറ്റിക് എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സ് നമ്മൾ ഡെലിബറേറ്റ്ലി നമ്മുടെ മൈൻഡിന് കൊടുത്തിട്ട് ആ പാത്വേ ആണ്, നമ്മൾ ആ പോസിറ്റീവ് സംഭവമാണ് അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ഈ നെഗറ്റീവിനെ എന്റർടൈൻ ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് അവിടെ കിടന്ന് കളിക്കും. എന്നിട്ട് അവിടെ ഒരു പാത്വേ ഉണ്ടാക്കിയിട്ട് നമ്മൾ ലൈഫ് മൊത്തം ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് നമ്മൾ തന്നെ എത്തിക്കുകയാണ്. വേറെ ആരും ഒന്നും പറഞ്ഞിട്ടോ ഒന്നുമല്ല, ഒക്കെ നമ്മൾ ചിന്തിച്ചു കൂട്ടിയിട്ട് നെഗറ്റീവിനെ വളർത്തി വലുതാക്കി ഭരിക്കാനായിട്ട് കൊണ്ടുനടക്കുകയാണ്. പിന്നെ നമുക്ക് എന്ത് സന്തോഷം ഉണ്ടാവുക? ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ കാണുമ്പോൾ മറ്റുള്ളവരുടെ സന്തോഷങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് മാത്രം സന്തോഷമില്ല, എൻ്റെ ലൈഫ് ഇങ്ങനെയാണ്. പിന്നെ അതിന്റെ ആവശ്യമില്ല. നമുക്ക് ഞാൻ ഇന്ന് ലൈവാണ്, എനിക്കിന്ന് ചെയ്യാൻ കുറെ കാര്യങ്ങളുണ്ട്, അത് ചെയ്ത് സന്തോഷിക്കുക. ഇന്നലത്തേലും ബെറ്റർ ആയിട്ടുള്ള എന്നെ ഞാൻ ഇന്ന് സൃഷ്ടിച്ചെടുക്കാൻ നോക്കുന്നതിന് പകരം ചിന്തിച്ചിട്ട് വിഷമിച്ചിരിക്കുക ഒരാവശ്യമില്ലാതെ. പെണ്ണുങ്ങൾക്ക് പ്രത്യേകിച്ചും ഉണ്ടാവും, വെറുതെ നെഗറ്റീവ് മാത്രം ആലോചിച്ചിട്ട് ഇങ്ങനെ. കാരണം കൂടുതലും ഫ്രീ ടൈം കൂടുതലും പെണ്ണുങ്ങൾക്കാണ് ഉണ്ടാവുക. ജോലിയുള്ള ടൈമിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പുതുതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പഠിക്കുക. അങ്ങനെ നെഗറ്റീവ് വരുമ്പോൾ പിന്നെ ഈ CBT ടെക്നിക്ക് യൂസ് ചെയ്യാം. അതായത് ഇപ്പം എനിക്കിപ്പോ ഇങ്ങനെ ഞാൻ ചിരിച്ചില്ല, അന്നേരം ഞാൻ ചിന്തിക്കണം എന്നോട് എന്തോ ദേഷ്യമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എന്താണോ ഞാൻ ചിന്തിച്ചത് അത് എഴുതാം. ഓക്കെ, അയാൾക്ക് എന്നോട് എന്തോ ദേഷ്യമുണ്ട്. എന്നിട്ട് നമ്മൾ അതിന്റെ തെളിവ് എന്താണെന്ന് എഴുതുക. അപ്പം അവിടെ ദേഷ്യം പിടിച്ചിരിക്കേണ്ടത് ഞാൻ തിരിച്ച് ചിരിച്ചില്ല. ഓക്കെ, അതിനെ നമ്മൾ ആ ചിന്താരീതി അതിനെ നമ്മൾ
രണ്ടാമത് നമ്മൾ റാഷണലൈസേഷൻ, അതിനെ വേറൊരു രീതിയിൽ ചിന്തിക്കുക, പോസിറ്റീവായിട്ട് എങ്ങനെ ചിന്തിക്കാം. അപ്പൊ മൂന്നാമത്തെ കോളത്തിൽ നമ്മൾ എഴുതാം, ഇയാള് എന്തെങ്കിലും വിഷമത്തിലായിരിക്കും, അല്ലെങ്കിൽ ഞാന് എന്തെങ്കിലും ഹെൽപ്പ് ചോദിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചിന്തിച്ചിട്ട് വിഷമിച്ചിരിക്കുക, അതുകൊണ്ടായിരിക്കും എന്നെ കണ്ടിട്ട് ചിരിക്കാതിരുന്നത് എന്ന് അതിനാണ്ട് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് പോയി, പിന്നെ അത് വരില്ല. അതല്ല അങ്ങനെ നമ്മൾ മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം മൊത്തം നമ്മൾ എന്താണ് അവനോട് എന്തോ ചിരിച്ചില്ല, എന്നോട് ദേഷ്യമുണ്ട്, എന്നോട് എന്തോ ദേഷ്യമുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ അന്നത്തെ ദിവസം ഇയാളെ കുറിച്ചിട്ട് ചിന്തിക്കും. അത് അപ്പൊ തന്നെ അങ്ങോട്ട് മാറ്റിയാൽ മതി. അത് മനസ്സിന്റെ വികൃതമായ കളികളാണെന്ന് മനസ്സിലാക്കുക, സ്വയം അവെയർ ആവുക. അങ്ങനത്തെ കുറച്ച് ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്താൽ നമ്മൾ കുറൊക്കെ എന്താവും, മെച്ചപ്പെട്ട രീതിയിലേക്ക് പോസിറ്റീവായിട്ടുള്ള ജീവിത രീതിയിലേക്ക് മാറും. അല്ലെങ്കിൽ പിന്നെ ഫുൾ ദിവസം മൊത്തം നമ്മൾ നെഗറ്റീവായിട്ട് മാറും. ഒരാളുടെ എപ്പോഴും ആളെ തെറ്റായിട്ട് കാണാൻ, ഇപ്പൊ അയാൾക്ക് പല നന്മകളുണ്ട്, അയാൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, നമ്മൾ അതിനെ ഇതാക്കാൻ നമ്മുടെ പ്രശ്നമാണ്. അത് കോഗ്നിറ്റീവ് ഡിസ്ട്രോഷൻ ആണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിന് പകരം അവരെ ബ്ലെയിം ചെയ്യണം. മറ്റുള്ളവരെ നമ്മൾ ആവശ്യമില്ലാതെ വെറുപ്പുകൾ സൃഷ്ടിച്ചിട്ട് നമ്മൾ തന്നെ കേടുവരുത്താണ്. അതായത് വിഷം കുടിച്ചിട്ട് അവരും മരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണ പോലെയാണ്. നമ്മൾ എന്തിനാണ് നമ്മളെ ശരീരം കേടുവരുത്തുന്നത്, ഓരോന്ന് ആലോചിച്ച് ചിന്തിച്ചിട്ട്. അപ്പോ നമ്മളെ പോസിറ്റീവ് ആക്കുക, നമ്മളെ മനസ്സിൽ ഹാപ്പി ഹോർമോൺസ് കൊണ്ട് നമ്മളെ പോസിറ്റീവായിട്ടുള്ള രീതികളെ എന്റർടൈൻ ചെയ്യുക. അതാണ് ഈ ഒരു ടോപ്പിക്കിൽ പറയാനുള്ളത്. ഇപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ നമ്മളെ മനസ്സിന്റെ വികൃതമായ ചിന്തകളെ കുറിച്ചിട്ട്? ഹലോ ഹലോ. നമ്മള് ഇപ്പൊ ഒരാള് നമ്മളോട് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവര് അത് നമുക്ക് നെഗറ്റീവായിട്ടാണ് തോന്നുന്നത് എന്നെങ്കിൽ നമ്മൾ അങ്ങനെയാണ്, അങ്ങേരുടെ സൃഷ്ടി അതാണ്, അങ്ങേരാണ്, നമ്മൾ അയാളെ വെറുതെ വിട്ടേക്കുക. നമ്മൾ അതേ കുറിച്ച് ഓർത്ത് ബോധരാവേണ്ട കാര്യമില്ല. അല്ലാതെ അയാളെ ദൈവം സൃഷ്ടിച്ച രീതിയിലാണ്, അപ്പൊ നമ്മൾ അയാളെ ആക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് കഴിയും ആ രീതിയിൽ. പിന്നെ അതാണ് നമ്മുടെ മനസ്സമാധാനത്തിന് ഏറ്റവും നല്ലൊരു കാര്യം. പിന്നെ നമ്മൾ വിചാരിക്കും പോലെ വേറൊരാള് ചിന്തിക്കണമെന്ന് നമ്മൾ ഒരിക്കലും വാശി പിടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന നല്ല കാര്യങ്ങളെ കുറിച്ച് നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ആ നെഗറ്റീവ് തോട്ട്സ് എല്ലാം നമ്മൾ വിട്ടു പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമുക്കിപ്പോ ഒരു 99% നല്ല കാര്യങ്ങളാണ് സംഭവിച്ചാണ്, 1% നല്ല. ഇപ്പൊ ഒരാള് നമ്മളെ കണ്ടിട്ട് പറയാണോ സുന്ദരിയാണ് കേട്ടോ, കുഴപ്പമില്ല, നല്ലതാണ്, പക്ഷേ ഉണ്ടല്ലോ ഒരു ഇതുണ്ട് എന്ന് പറയുന്നത് നമ്മൾ അത് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്ന എന്താ കാര്യം? അത് കാരണം അതുണ്ട്, അത് അങ്ങനെ ആയിക്കോട്ടെ, അതിന് എനിക്കൊരു പിന്നെ അവർക്ക് എന്താ പ്രശ്നം എന്ന് വിചാരിച്ച് അങ്ങോട്ട് തള്ളി കളഞ്ഞേക്കുക. അത് തന്നെ, അതാണ് നമ്മുടെ മനസ്സമാധാനത്തിന് നല്ല കാര്യം. അല്ലാതെ നമ്മളെ സമാധാനം വെറുതെ കളഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെ ജീവിതം പോകും. എന്തായാലും നല്ല ക്ലാസ്. താങ്ക് യു. വെൽക്കം മാം. എനിക്കൊരു ചെറിയ അനുഭവം ഉണ്ടായിരുന്നു. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഒരു സാർ, ഞങ്ങൾ സുവോളജി പഠിപ്പിക്കുന്ന സാറുണ്ടായിരുന്നു, ചെറിയാൻ സാറ്. ആ സാറ് ഞാന് പണ്ടേ പഠിത്തത്തില് പഠിക്കാന് ഞാൻ അവറേജ് ആയിരുന്നു, എന്നാലും ഞാന് എങ്ങനെയും വിൻ ചെയ്ത് ഇവിടം വരെ എത്തി. ഇപ്പൊ MSc സൈക്കോളജി ചെയ്യും. പക്ഷെങ്കില് ഞാൻ ക്ലാസ്സിൽ ശ്രദ്ധ കുറയുമല്ലോ. അപ്പൊ സാർ എന്നോട് എന്നെ എഴുന്നേൽപ്പിച്ച് ഇത്ര നേരം പഠിപ്പിച്ച് എന്താണെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ എന്താ ചോദിച്ചാൽ വെള്ളം കുടിച്ചായിരുന്നു. അപ്പം അതുമല്ല, അന്നൊക്കെ ഇംഗ്ലീഷിനോട് ഒരു ചെറിയ വീക്കാ, നമ്മള് മലയാളം മീഡിയം പഠിച്ചപ്പം. അപ്പൊ അതൊക്കെ ഒരു പിന്നെ അത് നമ്മള് പഠിച്ചായതാ. അപ്പം സാർ എണ്ണീച്ച് ഇത്ര നേരം പഠിപ്പിച്ച എന്താന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ വെള്ളം കുടിക്കാൻ പോയതിന്റെ ശ്രദ്ധ പോയതാന്ന് തോന്നുന്നു. അപ്പത്തിന് ഞാൻ പറഞ്ഞില്ല. അപ്പം സാറ് പറയുവാ, കാണാൻ ഭയങ്കര സുന്ദരിയാണല്ലോ, പക്ഷെ തലയ്ക്കകത്തൊന്നും ഇല്ലെന്ന്. അപ്പത്തിന് പക്ഷെ ഞാനിപ്പം മാം പറഞ്ഞ പോലെ ചിലതൊക്കെ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാലും ചിലപ്പോ ചില സാഹചര്യങ്ങളിൽ പോസിറ്റീവായിട്ട്, എനിക്കത് പോസിറ്റീവായിട്ടാണ് തോന്നിയത്. സാർ എന്നൊരു കഥ വരെ പറഞ്ഞു. കാരണം ബർണാഷ ആണെന്നോ ആരുടെ അറിയത്തില്ല, അയാൾ ഭയങ്കര വികൃതനായിരുന്നു മുഖം. ബർണാഷയാണോ അതോ ആരായിരുന്നു ഇതില്ല, ഒരു എഴുത്തുകാരനായിരുന്നു, ഭയങ്കര വികൃതനാ മുഖം.
പക്ഷെ അയാളുടെ ഭാര്യ ഭയങ്കര ഒതല്ലോ ഒതല്ലോ. അതാണ്, ഭാര്യ ഭയങ്കര സുന്ദരിയായിരുന്നു എന്നെന്തോ പറഞ്ഞു. ഉം. എന്ന് പറഞ്ഞ ആ. എനിക്ക് സൗന്ദര്യം ഉണ്ട്, പക്ഷെങ്കില് ബുദ്ധിയില്ല. പക്ഷെ ആ സ്ത്രീയുടെ കാര്യം പറയുന്ന കേട്ട് ഭയങ്കര സുന്ദരി, പക്ഷെ അവരുടെ തലയ്ക്കകത്തൊന്നുമില്ലായിരുന്നു. എന്ന് പറഞ്ഞ സാരാ. അപ്പൊ ഞാൻ ഇപ്പൊ കളിക്കുന്ന പല പല സംഭവങ്ങളുണ്ട്, പക്ഷെ ഞാന് ആ, മിക്കതും ഞാൻ പോസിറ്റീവായിട്ട് എടുത്തോണ്ട് ഞാൻ ഇവിടം വരെ എത്തിയത്. ഒരുപാട് കേട്ടിട്ടുണ്ട്, സ്കൂളിൽ പഠിച്ചപ്പോഴും കേട്ടിട്ടുണ്ട് ഇഷ്ടം പോലെ നെഗറ്റീവ്. പക്ഷെ അതിലെല്ലാം എന്റെ ലൈഫില് ഒരു മാം പറഞ്ഞ പോലെ തന്നെ ശരി തന്നെ, പറഞ്ഞത് ശരി തന്നെ. പക്ഷെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ തന്നെ അതിനകത്ത് നമ്മൾ ചിന്തിക്കണം, എന്തിനാ അവരങ്ങനെ പറഞ്ഞേ, നമ്മുടെ വശത്തൂടെ നമ്മൾ ചിന്തിക്കണം. അപ്പൊ അങ്ങനെയും കൂടി ചിന്തിച്ച് നമുക്ക് വേണമെങ്കിൽ പോസിറ്റീവ് ഒരു നമുക്ക് എടുക്കാൻ പറ്റും. ഞാൻ ഇത്രയും എന്റെ ലൈഫിൽ എനിക്ക് നെഗറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാം ഞാൻ പോസിറ്റീവ്, ഞാൻ തന്നെ അന്ന് തന്നെ എനിക്കൊരു സ്വഭാവം ഉണ്ട്, കുട്ടിയായിരുന്നപ്പോൾ അനലൈസ് ചെയ്യുന്നൊരു സ്വഭാവം. എനിക്ക് നന്മയ്ക്കാണ് പറഞ്ഞെന്നുള്ള ചിന്തയിൽ ഞാൻ ഇവിടം വരെ എത്തിയത്. അല്ല അതെ, ഒരു അത് വലിയ കാര്യമാണ്. അത് ആ പ്രായത്തിൽ അങ്ങനെ ചിന്തിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. കാരണം ആ സമയത്തൊക്കെ അവര് പറയണതാണ് ശരി എന്നുള്ള രീതിയിൽ ചിന്തിച്ചു പോകുന്ന ഒരു രീതിയാണ്. പക്ഷെ അന്ന് തന്നെ ഇങ്ങനെ ചിന്തിച്ച് നല്ല രീതിയിൽ മാറാന്നുള്ളത് നല്ലൊരു കാര്യമാണ്. ഏഴാം നമ്മളപ്പോ ആ ക്ലാസ്സിൽ ഒരു പഠിക്കുമ്പോഴേ, സെവന്തിൽ പഠിക്കുമ്പോഴേ എനിക്ക് ആ ചിന്ത വന്നെന്ന് തോന്നുന്നു. കാരണം സെവന്തിൽ പഠിക്കുമ്പോഴേ ഞാൻ 6ാം ക്ലാസ് വരെ 7ാം ക്ലാസ് വരെ ഞാൻ മണ്ടിയായിരുന്നു പഠിക്കാൻ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, വിമ്പിൾ എന്നുള്ള എനിക്ക് ചാൻസ് തന്നായിരുന്നു ഇത് പറയാൻ വേണ്ടി. ഒരു 24th സ്റ്റുഡന്റിന് ഒന്ന് എടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. ഷജീല മാഡം എന്നെ വിളിച്ചത്. എന്നെ ആ മാഡത്തോട് കുറച്ച് സംസാരിച്ചായിരുന്നു എന്റെ കാര്യങ്ങൾ. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളായിരുന്നു, പക്ഷെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തരത്തില്ലായിരുന്നു. അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു 7ാം ക്ലാസ് വരെ പഠിക്കാൻ ഭയങ്കര മണ്ടിയായിരുന്നു. പക്ഷെ ഇതുപോലെ തന്നെ 7th ആയപ്പോ എനിക്ക് മനസ്സ് തുറക്കപ്പെട്ടു. കാരണം ഈ എന്തുവാ ടീച്ചർമാർ എന്നെ പറഞ്ഞ ഭയങ്കര ദേഷ്യമായിരുന്നു എന്നെ പറ്റി. എന്നെ കാണുമ്പോൾ ദേഷ്യം. എന്നെ വടി കിട്ടിയ ഉടനെ എന്റെ കുണ്ടിക്കിട്ട് അടിക്കാനേ ഉള്ളൂ നേരം. ഞാൻ ബെല്ലടിച്ച് 4 മണിക്ക് ബെല്ലടിച്ച് അങ്ങോട്ട് ഇറങ്ങാൻ അങ്ങ് തുടങ്ങുമ്പോഴേ എനിക്ക് പേടിയാ. എനിക്കറിയാമായിരുന്നു ശാന്തമ്മ ടീച്ചർ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. എനിക്കറിയാം ലൈനായിട്ടാണല്ലോ നമ്മൾ ഇറങ്ങി പോകേണ്ടത്. മലയാളം മീഡിയം നല്ല നല്ല രീതിയിലൊക്കെ സ്കൂളിലെല്ലാം ഇതൊക്കെയായിരുന്നു. നമുക്ക് ലൈനായിട്ട് ഇറങ്ങണം കൂട്ടബെല്ലടിക്കുമ്പോ. അറിയാമല്ലോ മലയാളം മീഡിയം. അയ്യോ, എനിക്ക് ഉറപ്പായിരുന്നു എനിക്ക് അടി കിട്ടുമെന്ന്. ലാസ്റ്റ് അവർ ഇവരൊക്കെ ഉള്ളായിരുന്നു എന്നെ അടി. ബാക്കിയുള്ളവർ എന്നെ കുറ്റം പറയെങ്കിൽ ഇവർക്ക് ഒടനെ എന്റെ ചൂലെടുത്ത് എപ്പോഴും ഇങ്ങനെ ചൂലെടുത്ത് എന്റെ കുണ്ടി കുറ്റം അടി. എന്നെ അങ്ങനെ വിടുന്നു. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പൊ ഞാൻ വീട്ടിൽ പോയിരുന്ന് അങ്ങ് ചിന്തിക്കും, ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും, ഇവരെയൊക്കെ എങ്ങനെ പ്രീതിപ്പെടുത്താൻ പറ്റും, എന്നാ പഠിക്കുക, അതല്ലേ. അങ്ങനെ ഞാൻ ഇന്നങ്ങ് രാവിലെ പകലില്ല അക്ഷരമാല പഠിക്കാൻ തുടങ്ങി, ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങി, ABCD മലയാളം തന്നെ പഠിക്കാൻ തുടങ്ങി. എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. ഓലപ്പള്ളക്കടത്തിൽ കുറച്ച് നാളെ ഇരുന്നുള്ളൂ. ഈ സ്കൂളില് ആളില്ലെന്ന് കണ്ടപ്പോ അവിടെ തന്നെ പിടിച്ചോണ്ട് പോയി. അവിടെ ചെന്നപ്പോ പറയും ഈ കുട്ടിക്ക് ഒന്നും അറിയില്ല, പിന്നെ കൊണ്ട് ആശാമ്പള്ളിക്കൂടത്തിൽ കൊണ്ട്, അന്ന് ആശാമ്പള്ളിക്കൂടെ അറിയാമല്ലോ. അവിടെ കൊണ്ട് പിന്നെ ഇരുത്തി. പിന്നെ അവിടെ പറയും ഈ കൊച്ചു കുറെ നാളായല്ലോ കൊണ്ട് നോക്കണം. അങ്ങനെ ഇങ്ങനെയൊക്കെ 7ാം ക്ലാസ്സിൽ നിന്ന് ഹൈസ്കൂളിൽ 7ാം ക്ലാസ് ഇനി ഇവിടെ ഇരുത്താൻ പറ്റത്തില്ലല്ലോ. എന്നാലും ഒരു കാര്യമാ, അങ്ങ് തോറ്റായിരുന്നു ഞാന്. 4ലൊക്കെ തോൽപ്പിച്ചു, 4ലും 2ലും ഒക്കെ. പിന്നെ ശരിയാകത്തില്ലെന്നത് 7ാം ക്ലാസ്സിൽ നിന്ന് പോയി 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ABCD പഠിക്കുന്നത്, ശരിക്കും അക്ഷരം പഠിക്കുന്നത്, മലയാള അക്ഷരം. ഹരിക്കാനും ഗുണിക്കാനും ഒക്കെ അറിയായിരുന്നു, ബാക്കിയൊന്നും അറിയത്തില്ലായിരുന്നു. എല്ലാം 8ാം ക്ലാസ്സിൽ നിന്നാ പഠിച്ചിരുന്നു. അത് ഭയങ്കര അതിശയം. ഞാൻ തന്നെ എന്റെ ടീച്ചറായിരുന്നു, ഞാൻ തന്നെ. ഇവിടെ വരെ ഇപ്പൊ MSc സൈക്കോളജി പഠിക്കുന്നു, പക്ഷെ ഭയങ്കര അതിശയം. എല്ലാം എന്റെ മൈൻഡിന്റെ. ഞാനും പിന്നെ ഒരു ചെറിയ ഫേസ്ബുക്ക് പേജിൽ ഇതുപോലെ മോട്ടിവേഷൻ ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. ഇപ്പൊ സൈക്കോളജി ബേസിലായി എടുക്കുന്നതെല്ലാം. ഇങ്ങനെ വളർന്നു വരുന്ന ഒരാളാ. ഒന്നും കൂടെ നല്ലതാണെന്ന് പറഞ്ഞ് നമ്മുടെ ബിംബിളി വന്ന് ഭയങ്കര അനുഗ്രഹമായിട്ട് മാറി. ഫ്രണ്ട്സ് ഒക്കെ കിട്ടി. ഇവിടം വരെ എത്തിയത് ഞാൻ മാം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ്. മുമ്പേ മാറ്റി. നമ്മുടെ ഇതിനകത്ത് ഇപ്പൊ ഒരു മാം വന്ന് പറഞ്ഞു, കോമളവല്ലി എന്ന് പറഞ്ഞു, അങ്ങനല്ലേ ആ മാം പറഞ്ഞതുപോലെ തന്നെ നമ്മള് അതാ ഏത് പ്രായത്തിലും നമുക്ക്. പിന്നെ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞത് ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയെ പറ്റി പഠിച്ചപ്പോ എന്റെ ദൈവമേ, പണ്ടിതൊന്നും പഠിക്കാത്ത ഞാൻ തന്നെ ഇതൊക്കെ ഒപ്പിച്ചെടുത്തല്ലോ എന്ന്. ന്യൂറോ അതെ. പ്ലാസ്റ്റിസിറ്റി നമ്മുടെ ബ്രെയിനുള്ള കപ്പാസിറ്റി ഏത് ഏജ് വരെ വേണേലും നമുക്ക് എന്തോ ആകാം. അറിവുകൾ കിട്ടും. നമ്മൾ പഠിക്കുന്തോറും അറിവുകൾ കിട്ടും. ഇന്ന് അതെ അതെ. നേരത്തെ പറഞ്ഞ ഇന്ന് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. എനിക്കൊന്ന് ഒന്നാമതെ വയ്യ. പക്ഷെ എനിക്ക് ദൈവമായിരിക്കും എന്നെ ശകന മാഡത്തിന്റെ അടുത്ത് കൊണ്ട് ഇത് കേൾക്കാനിട വന്ന്. എനിക്കെല്ലാം ഇഷ്ടം. ഒരുപാട് നാളൊക്കെ ശേഷമാ ഇങ്ങനെ
അത് ശരി. താങ്ക്സ്. ഒരുപാട് നല്ലതായിരുന്നു. ഒന്നും കൂടെ ഉം. നമുക്ക് പുറകിലേക്ക് പോകാൻ പറ്റി, വിഷ്വലൈസേഷൻ ചെയ്യാൻ പറ്റി, കുറച്ച് കുട്ടിക്കാലത്തേക്ക് പോകാൻ പറ്റി, നേട്ടങ്ങളെ അതെ പറ്റി അതെ. ചിന്തിക്കാൻ പറ്റി. പിന്നെ ഒരുപാട് പിന്നെ എവിടൊക്കെയാണ് കുറവുകൾ സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ പറ്റി. ആഹ് പിന്നെ നമ്മുടെ കുറെ ഈ പറയുമ്പോ ഞാൻ പണ്ടൊക്കെ അങ്ങനെ ചിന്തിക്കുമായിരുന്നു, എന്റെ ശത്രുക്കളെന്നൊക്കെ ഉള്ളത്. അവര് ശത്രുക്കളൊന്നും അല്ല, അതെ അതെ. അവര് മിത്രങ്ങളാണ്. കാരണം അവരാ നമ്മൾ ഇവിടം വരെ എത്തിച്ചത്, ഊർജം അതെ തരുന്നത്. അതാണ്. സത്യം. ആ. അപ്പൊ അവരെ പറ്റി കുറെ പേര് ചിന്തിക്കാൻ പറ്റി. ടീച്ചറിനെ എപ്പോഴും ശാന്തമ്മ ടീച്ചറിനെ ഓർമ്മ വരുന്നു. ഒത്തിരി പേരുണ്ട്. പിന്നെ എന്താ, ശോശാമ്മ ടീച്ചറുണ്ട്. അയ്യോ, ശോശാമ്മ ടീച്ചറിന്റെ കയ്യിൽ ഇപ്പോഴും കാണുമായിരിക്കും എന്റെ തൊലി. അതുപോലെ മാത്സ് ആയിരുന്നു, മാത്സ്. എന്റെ ബ്രെയിന്റെ എന്റെ കഷത്തിന്റെ അടിയിൽ എപ്പോഴും അവരങ്ങ് ഞെരടുമായിരുന്നു. ഞെരടി 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 എന്തുമാത്രം ഞെരടുമായിരുന്നു. പിന്നെ അടിക്കാത്ത ഒരേ ടീച്ചറുള്ള സൂസൻ ടീച്ചർ, ഇംഗ്ലീഷ്. എന്റെ അടുത്ത് വരുമ്പോ ഇങ്ങനെ നിന്നെ നോക്കും, വലിയ ഇഷ്ടമായിരുന്നു. അതെ. ചിലര് ബാക്കിയൊന്നുമല്ല, ഔട്ടാ, ചിലര് അങ്ങനെ സ്റ്റക്കായിട്ട് വിഷമിച്ചിട്ട് പേര് അപ്പൊ. മറക്കത്തില്ല. സുമാരി ടീച്ചർ, ദൈവം, സുമാരി ടീച്ചർ പറയാം, നീ തോറ്റു പോടി. കൈ ഇങ്ങനെ തലേ വെച്ചിട്ട്, നീ തോറ്റു പോകത്തേ ഉള്ളൂ, നീ തോറ്റു പോടി. എന്തൊക്കെ കേട്ട. പക്ഷെ എന്തുകൊണ്ട് ഇവരെയൊക്കെ ഇന്ന് ഞാൻ പേര് ഓർക്കുന്ന എന്തുകൊണ്ടാ? അതെ. പിന്നെ ഒരു ടീച്ചർ എന്നെ വലിയ ഇഷ്ടമാണ്, വീട്ടിലൊക്കെ വിളിക്കുമായിരുന്നു. സംസ്കൃതം പഠിപ്പിക്കുമായിരുന്നു, സാമൂഹ്യപാഠം പഠിപ്പിക്കുമായിരുന്നു. അത് ശ്യാമള ടീച്ചർ, വലിയ ഇഷ്ടമായിരുന്നു എനിക്ക്. എല്ലാരും എനിക്ക് ഇഷ്ടമാണ് ഭയങ്കര. കാരണം അവർ തന്ന ആ ഒരു ഊർജം, തൊലി പോയി, മാനം പോയി, എല്ലാം പോയി, ഇവിടം വരെ എത്തി. എല്ലാരും കാണണമെന്ന് പറഞ്ഞിരിക്കയോ? എല്ലാരും ഉണ്ട്, വയസ്സായി കാണും, പ്രായമൊക്കെ അതെ. ആയി. അതാ ഞാൻ ഉം. പറയുന്നത്. ഇപ്പം പറയാൻ കാരണം ചോദിച്ചത്, ചില നെഗറ്റീവ് നമുക്കത് നമ്മൾ തന്നെ അത് തീരുമാനിക്കണം. അതെ. കുറെ ചോദ്യങ്ങൾ ചോദിക്കണം ഉം. നമ്മുടെ ജീവിതത്തിൽ വരുമ്പോ. അതെല്ലാം. താങ്ക്സ്. ഒത്തിരി സമയം പോയ ഞാൻ പറയാൻ. ഇല്ല ഇല്ല. അതെ, അങ്ങനെ അങ്ങനെ നെഗറ്റീവ് ലൈഫിൽ സംഭവിക്കുമ്പോ സ്റ്റക്കായ കുറെ ആളുകൾ എനിക്കറിയാം. അതന്നെ ചിന്തിച്ച് ചിന്തിച്ചിട്ട് വിഷമിച്ച് ജീവിച്ച് പോകണതേ, അതൊക്കെ വളരെ തെറ്റായിട്ടുള്ള കാര്യം. നമ്മൾ നമ്മളോട് ചെയ്യുന്ന ഒരു തെറ്റാണത്. നമ്മൾ അതിൽ നിന്ന് റിക്കവറായി മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അല്ലാതെ അവര് കാരണമാണ് എന്റെ ലൈഫ് ഇങ്ങനെ ആയത് എന്ന് പറഞ്ഞിട്ട് സ്റ്റക്കായിട്ട് നിൽക്കുന്ന കുറെ ആളുകൾ എനിക്കറിയാം. എപ്പോഴും ആ ഒരു ഡിപ്രഷനിലായിരിക്കും. അവരൊരിക്കലും ഒന്നും മര്യാദക്കൊന്നും ചിരിക്കുക പോലും ചെയ്യില്ല. അങ്ങനെ സംഭവിക്കുക, പിന്നെ അതിലങ്ങനെ ജീവിക്കുക. അപ്പൊ അത് അങ്ങനെ ആവരുത്. നമ്മൾ സ്വയം നമുക്കൊരു ലൈഫുള്ളൂ എന്നുള്ള രീതിയിൽ അതിനെ ഓവർകം ചെയ്ത് ജീവിക്കണം എന്നാണ്. ഇപ്പോഴും വരുന്നുണ്ട്, ഇപ്പോഴും ഇങ്ങനെ ഇല്ലെന്നല്ല. അന്നേരം ഞാൻ വിചാരിക്കുന്നത്, അയ്യേ എന്തിനാ ഇങ്ങനെ ഓലപ്പാമ്പിനെ കാണിച്ചു വിടും, ഇതിനേക്കാളും വലുത് എന്റെ ലൈഫ് വന്നിട്ട് ഞാൻ ഇവിടം വരെ എത്തി. ഇനിയിപ്പോ ഒന്നുമില്ല. നമ്മൾ ഈ ഉം. വെയിലും മഴയൊക്കെ കൊണ്ട് വളർന്നു കഴിഞ്ഞാണ്ട് പിന്നെ ഒന്നും നമുക്ക് കേൾക്കാൻ പോകുന്നില്ല. കേൾക്കാൻ ഞാൻ പോകുന്നില്ല. അത് കുറച്ചൊരു പ്രായത്തിൽ നിസ്സാരമായിട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത്. ഇനി ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നുള്ളത് ഒരു കുറച്ചൊരു ഒരു ഏജ് എത്തി. കാര്യമില്ല, വെറുതെ നമ്മൾ ലൈഫ് പോകത്തേ ഉള്ളൂ. ഇപ്പൊ ഞാൻ പോകത്തന്നെ. ഇപ്പൊ എന്റെ ജേണൽ എഴുതി, ഇന്ന് രാവിലെ ഞാൻ എന്റെ ജേണൽ എഴുതി. ഞാൻ ഉം. പറയാം, ഓഗസ്റ്റ് 1 31 ദിവസമുണ്ട്. പഴയ പോലെ തന്നെ ഞാൻ ആക്റ്റീവ് ആകും. കഴിഞ്ഞ മാസം അതുപോലെ തന്നെ ജൂലൈ എന്നോട് അതായത് ഞാൻ അനലൈസ് ചെയ്ത് എന്നോട് വീണ്ടും ചോദിച്ചു, ജൂലൈ എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പം ജൂലൈ ഫുൾ ആക്റ്റീവ് അല്ലായിരുന്നു, ഫുൾ ആക്റ്റീവ് ഉം. ആയിരുന്നു, ഒന്നും മടി അതെ. പിടിച്ചിരുന്നില്ല, ഫുൾ ആക്റ്റീവ് ആയിരുന്നു. ഈ മാസം ഉം. എന്റെ ആക്റ്റീവ് ആയിരിക്കും. കാരണം ആയിരിക്കും. കാരണം നമ്മുടെ ചെയ്യുക, നമ്മുടെ ജോലി ചെയ്യുക, ഹാർഡ് വർക്ക് എന്താന്ന് വെച്ചാൽ അതിന്റെ പ്രതിഫലം എന്താന്ന് വെച്ചാൽ അത് ചെയ്യുന്നത് നമുക്ക് കിട്ടിയിരിക്കും. കിട്ടിയിരിക്കും. അതെ അതെ. ഉം. നമ്മള് ഡൗൺ ആയാല്, നമ്മൾ ആക്റ്റീവ് ആയാൽ നമ്മൾ ആ കാണുന്നതൊക്കെ പോസിറ്റീവായിട്ട് നമുക്ക് തോന്നും. നമ്മൾ ഡൗൺ ആയാലും എല്ലാം നമുക്ക് ഡൗൺ ആയിട്ട് വരുന്നത് പോലെ ഫീൽ ചെയ്യും. നമ്മള് മാറ്റമൊക്കെ കേൾക്കാൻ എന്ത് പോലും കേൾക്കണം. എന്ത് പക്ഷെ സംഭവിച്ചാലും ഞാൻ ജീവിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ ആ പോകണം. പോസിറ്റീവ് പറയുന്നവരും നെഗറ്റീവ് പറയുന്നവരും എല്ലാം നമ്മൾ കേൾക്കണം. മുമ്പ് പറഞ്ഞ പോലെ അതെ അതെ. തന്നെ അത് എന്തിനു വേണ്ടിയാണ്, ഗുണമില്ലെങ്കിൽ വിട്ട് കളഞ്ഞേക്കണം. വിട്ട് കളഞ്ഞേക്കണം. താങ്ക് ശരി. യു എന്ന് പറയാം, എല്ലാവരോടും പറയണം താങ്ക് യു. ഇപ്പൊ കുറ്റം പറഞ്ഞപ്പോൾ താങ്ക് യു വെരി മച്ച്, ഞാൻ പ്രതീക്ഷിച്ചിരിക്കുക എന്ന് പറഞ്ഞേക്കണം. താങ്ക് യു പറഞ്ഞേക്കണം. വളരെയധികം നന്ദി ഇത് പറഞ്ഞതിന്, ആലോചിക്കട്ടെ എന്ന് പറയണം. അതെ അതെ അതെ. വെറുപ്പും വരത്തില്ല, ഒന്നും വരത്തില്ല. അതെ അതെ. മാമിന്റെ വീട് എവിടെയാ? ഞാൻ ഫാമിലിയായിട്ട് മഹാരാഷ്ട്രയിലാ. ആ, ഓക്കെ ഓക്കെ. അപ്പൊ മഹാരാഷ്ട്ര പനവേലിന്റെ ഒക്കെ ഇങ്ങോട്ട് മാറി. പനവേൽ അറിയോ? പനവേൽ. ഇല്ല ഇല്ല. ആ, ആ മാറ- ആ ആ അവന്റെ ഒക്കെ അടുത്തായിട്ടാ. പിന്നെ കല്യാണം എന്നൊക്കെ പറഞ്ഞ അറിയത്തില്ലേ? കല്യാണം. ഉം. അങ്ങോട്ട് വന്നിട്ടില്ല.
ആ വഴിയാണ്. കേരളത്തിന് വെളിയിൽ പോയിട്ടില്ല. ആ ഉണ്ട് സോറി, ഉണ്ട്. കേരളത്തിന് വെളിയിൽ, സോറി ബെഹറിൻ എവിടെ ഉള്ളേ, സോറി. ഞാൻ ഇപ്പൊ അബുദാബിയിലാണ്. ആ ഞാൻ അബുദാബിയിലല്ലേ. ഞാൻ ഇവിടെ നോർത്ത് ഇന്ത്യ ഒക്കെ വന്നിട്ടുണ്ട്. ഡൽഹി, ആഗ്ര, UP, ഉം. രാജസ്ഥാനൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ മഹാരാഷ്ട്ര വന്നിട്ടില്ല. ആ ഞാൻ ചെങ്ങന്നൂരാ എന്റെ സ്വദേശം. അത് ശരി. സ്വദേശം. അവിടെ എങ്ങനെയാ, മഴയാണോ? അയ്യോ മഴയേ ഉള്ളൂ ഇവിടെ. ഒരു കുറെ 10 ദിവസം അടുപ്പിച്ച് മഴയൊക്കെ, ഇവിടെ വെള്ളപ്പൊക്കമായിരുന്നു. അപ്പൊ അതിനുശേഷം 15 ദിവസം കഴിയുമ്പോൾ ശക്തമായ മഴയുണ്ടെന്ന് പറഞ്ഞത് ശരിയായിട്ട് ഇവിടെ പെയ്തുകൊണ്ടിരിക്കുക. ഭയങ്കര ബുദ്ധിമുട്ട്. സൂര്യനെയൊക്കെ കണ്ടിട്ട് കുറച്ചു നാളായി. ആ ഭയങ്കര, അതുകൊണ്ട് ശാരീരിക പ്രയാസത്തിലൊക്കെ ആയിരിക്കും. എന്നാലും ഞാൻ ഇന്ന് എനിക്ക് ഇടയ്ക്ക് കിടന്ന് ഞാനിങ്ങനെ എന്തെങ്കിലും ഒന്ന് വരണമെന്ന് വിചാരിക്കും. എപ്പോഴും ഇവിടെ അർച്ചനമാം പറയും കയറി വരണം എന്നൊക്കെ പറയും. അപ്പം സാഹചര്യങ്ങള് ഇതായിരുന്നു. ഇന്നതെല്ലാം വന്ന് എനിക്ക് മിസ്സാകാൻ പറ്റിയില്ല. എനിക്ക് വേണ്ടിയുള്ളതായിരുന്നു. പിന്നെ ഇതിനകത്തുള്ളവരോടും നമുക്ക് ചെറിയൊരു അവസരം തന്നല്ലോ, നമുക്ക് ചെറിയൊരു മെസ്സേജ് പറയാൻ, റെസ്പോണ്ട് അതെ ചെയ്യാൻ ഭയങ്കര അതെ അതെ. വിലപ്പെട്ടതായി തോന്നുന്നു. അതെ. നമ്മളോ ഞാൻ ഭയങ്കര ഈശ്വരവിശ്വാസിയാ. നമ്മള് ഒരു ചെറിയ കടുകുമണി ആയപ്പോലും അത് ദൈവനിയോഗമാണ്. ഒരു വാക്കായാലും പോലും, ഒരു സാന്നിധ്യം ആയാൽ പോലും, ഇപ്പൊ ഇതിനകത്ത് ആരെയും കാണാൻ കഴിയുന്ന ഫോട്ടോസ് ആണേലും സൗണ്ട് ആണേലും അതൊക്കെ ഒരു മുഖാന്തരങ്ങളാ. യൂണിവേഴ്സിന്റെ ഒരു കരുതലാ അത്. അതെ. നമ്മുടെ ഓരോ വാക്കും നമ്മളെ ജീവിപ്പിക്കുകയും ചെയ്യും, മരിപ്പിക്കുകയും ചെയ്യും. നമ്മുടെ നാവ് എന്ന് പറയുന്നത് ശക്തിയുള്ളതാ. അതെ. ഞാനിവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ എന്റെ ദൈവവിശ്വാസം, പ്രേയർ, പിന്നെ ഈ പറയുന്ന പോലുള്ള ആറ്റിറ്റ്യൂഡ്, പിന്നെ കുറച്ചു മുമ്പ് പറഞ്ഞല്ലേ എനിക്ക് ചെയ്യുന്നതെല്ലാം ഇത് പറ, അതൊക്കെ അതുണ്ടായിരുന്നില്ലെന്നല്ല. പക്ഷെ അതൊക്കെ കുറച്ചൊക്കെ എന്റെ എന്തെങ്കിലും നെഗറ്റീവ് വശം കാണുമായിരിക്കും. അതൊക്കെ ഞാൻ മാറ്റി. പിന്നെ ഇപ്പം പുതിയ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തായിരുന്നു 3 മാസം നമ്മുടെ വിമ്പിൾ. അവിടെ ഭയങ്കര അനുഗ്രഹമായിരുന്നു. അതെ, പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതും ഒക്കെ നല്ലൊരു ഇതാണ്. മൈൻഡിനെ കാമാക്കാനൊക്കെ ഉള്ള ഞാൻ സ്ട്രോങ് വിചാരിക്കുന്നു, ആക്കുന്നത്. നമ്മൾ വിചാരിക്കും നമ്മളങ്ങ് പെർഫെക്റ്റ് ആണെന്ന്, എല്ലാം തികഞ്ഞാണെന്ന്. വിമ്പിളി വന്ന് ഓരോന്ന് കേൾക്കുന്തോറും അയ്യോ ദൈവമേ ഇത് എവിടെ കിടക്കുന്ന ഞാന്, ഇനിയും ദൂരം ഉണ്ടല്ലോ. ഞാനിങ്ങനെ പോയി കർത്താവേന്ന് വിളിക്കും, ദൈവമേ ഇനിയും ഉണ്ടല്ലോ ദൂരങ്ങള്. അപ്പൊ ഇവിടുന്ന് പഠിച്ചിറങ്ങിയാലും നീ ശരിക്കും പഠിക്കത്തില്ല. ഇനിയും പഠിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. ഇനിയും കിടക്കുന്നതേ ഉള്ളൂ പഠിക്കാനൊന്നും. സത്യമായ കാര്യം, നമ്മൾ ഓർക്കും ഇതുവരെ ഞാൻ വിമ്പിളി വരുന്നതിന് പോയി എനിക്കെല്ലാം ഓക്കെ ആയി, എന്റെ ജീവിതമൊക്കെ എനിക്ക് മനസ്സിലായി. ഒന്നുമല്ല. വിമ്പിളിന്ന് പഠിച്ചാന്ന് പറഞ്ഞാൽ ഇനിയും ഉണ്ട് പഠിക്കാൻ. ഇനി അങ്ങോട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ അവിടുന്നും പഠിക്കാറുണ്ട്. ഇപ്പൊ എന്താ കോഴ്സ് പഠിക്കുന്നത്? ഇപ്പൊ സൈക്കോളജി ഇപ്പം ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞ് ഇപ്പൊ സെക്കൻഡ് സെമസ്റ്റർ. പിന്നെ ഒരു കാര്യം, ഞാൻ എല്ലാം 3rd ക്ലാസ്സോടെ പാസ്സായി, ജസ്റ്റ് പാസ്സായി. ഈ ഭയങ്കര ആഗ്രഹമായിരുന്നു ഡിസ്റ്റിങ്ഷൻ കിട്ടണം, ഫസ്റ്റ് ക്ലാസ് കിട്ടണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഈ ഫസ്റ്റ് സെമസ്റ്ററിന് ഡിസ്റ്റിങ്ഷൻ കിട്ടിയപ്പോൾ എന്തോ സന്തോഷമെന്നറിയാവോ, സന്തോഷം. അസൈൻമെന്റിനാണെങ്കിലും നല്ലത്, എക്സ്പെരിമെന്റിനാണെങ്കിലും നല്ലത്. ഞാൻ അന്നേരം ഓർക്കുമായിരുന്നേ എന്റെ ആ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നിങ്ങളോടെല്ലാം പറയാനൊരു കാര്യം, നമ്മൾ എന്തെങ്കിലും ഒരു ആഗ്രഹം ശക്തമായി ആഗ്രഹിക്കുകയാണെങ്കിലുണ്ടല്ലോ, അതെന്നും എന്നും നിരന്തരമായിട്ട് ഇമാജിൻ ചെയ്യണം. ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ പിന്നീട് അങ്ങ് തുരുതുരെ വന്നുകൊണ്ടേയിരിക്കും. ഞാൻ പല കാര്യങ്ങൾ എനിക്കിപ്പം പല കാര്യം സത്യം ഞാൻ ദൈവമേ, പണ്ടേ ഞാൻ അങ്ങനെ ചിന്തിച്ചിരുന്ന ചില കാര്യങ്ങൾ ഞാൻ ആഗ്രഹമുള്ളതല്ലേ നമ്മൾ ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ആഗ്രഹിച്ചു പോയ ഒരു കാര്യം ഉണ്ടല്ലോ, കിട്ടിയിട്ട് പിന്നെ കിട്ടിക്കൊണ്ടേ ഇരുന്നിട്ട് ദുഃഖിക്കരുത്. ആഗ്രഹിച്ചിട്ടുണ്ടെ കിട്ടും. നമ്മൾ ഇമാജിൻ ചെയ്യണം. ഇപ്പൊ ഏത് വസ്തുവാണേലും അതിന്റെ കളറ്, അതിന്റെ ഡിസൈന് എല്ലാം പക്ഷെ നിരന്തര ദിവസവും കാണണം മനസ്സില്. അത് കിട്ടുന്നതായിട്ട്, അത് അണിയുന്നതായിട്ട്, വണ്ടി ഓടിക്കുന്നതായിട്ട്, ജോലി ചെയ്യുന്നതായിട്ട് എല്ലാം. ഒന്നാമത്തെ കാര്യം മടിയാ. നമ്മുടെ തലയൊന്ന് യൂസ് ചെയ്യാൻ പോലും മടിയാ. പിന്നാണോ കയ്യും കാലും അനക്കാൻ പോകുന്നത്. അതെ. ഏത് പ്രായമാണേലും നമ്മുടെ എല്ലാം സാധിക്കും. നമ്മള് വിഷ്വലൈസേഷൻ ചെയ്താൽ മതി. മനസ്സിൽ തീവ്രമായ ആഗ്രഹം. ഞാനോർക്കും ഈ പൗലോകൊലയൊക്കെ ചുമ്മാ വന്ന് പറയുവാന്ന്. പിന്നെ നമ്മുടെ അബ്ദുൽ കലാമൊക്കെ. പക്ഷെ എങ്കിൽ സത്യമാണ് അവര് പറയുന്നത്.
നിരന്തരമായിട്ട് നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാല് തീർച്ചയായിട്ടും നടക്കും. നടക്കും. പിന്നെ കാരണം ചോദിച്ചാൽ വെറുതെ ഒന്നുമല്ല. ഇപ്പൊ ഒരു ചോദിക്കുമ്പോ പറഞ്ഞാൽ നമ്മളൊരു കല്യാണ പെണ്ണായിട്ട് ഒരുങ്ങണമെങ്കിൽ കല്യാണ പെണ്ണായിട്ട് തന്നെ ഒരുങ്ങണം. സാധാരണ വസ്ത്രം എടുത്ത് കല്യാണ പെണ്ണായിട്ട് ഒരുങ്ങിയിരുന്ന പറ്റൂല. അപ്പൊ നമ്മൾ ഒരുക്കം വേണം നമ്മുടെ ജീവിതത്തിൽ. ഒരു കല്യാണ ചെറുക്കനാണ്, ചെറുക്കനെ പെണ്ണിനെ മണ്ഡപത്തിൽ കയറി ഇവരേതാന്ന് ചോദിക്കുന്നത്, ഇറക്കി വിടെന്ന് പറയും. പക്ഷെ അവ വസ്ത്രം അണിഞ്ഞിരുന്ന ഹായ് വന്നല്ലേ, അല്ല കല്യാണ പെണ്ണും ചെറുക്കനും വന്നല്ലേ, എന്ത് ഭംഗിയാ എന്ന് പറയുന്ന ഒരു ഉദാഹരണം പറഞ്ഞ നമ്മൾ ഒരുക്കപ്പെടണം, നമ്മൾ അതായി തീരണം. ഒരുക്കപ്പെട്ടെങ്കിൽ മാത്രമേ അത് നടക്കത്തുള്ളൂ. നല്ല പോയിന്റ് ആണ്, അതെനിക്കിഷ്ടം. സത്യമല്ലേ അത്? അതെ അതെ. അപ്പൊ നമുക്ക് നിർത്തിയാലോ സജിന മാം? അതെ, രാജശ്രീ മാം, താങ്ക് യു സോ മച്ച് മാമിന്റെ കുറെ എക്സ്പീരിയൻസുകളും സ്റ്റോറീസ് ഒക്കെ കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. ഇനി ഇതുപോലെ വരണം. പിന്നെ മോർണിംഗ് സർക്കിളിൽ ഒരു ക്ലാസ് എടുക്കണം കേട്ടോ രാജശ്രീ മാം. മാം ട്രെയിനറിൽ ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. ഞാനാണോ? ആ മാമിന്റെ കാര്യമാണ് പറഞ്ഞത്. സജ്ന മാം ഞങ്ങളെ പഠിക്കുന്നതല്ലോ? അല്ല 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 കൊറേ പേര് അല്ല, ഇങ്ങനെ സെയിം പേരുകളൊക്കെ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് ഇന്നും പേരങ്ങോട്ട് പിടികിട്ടത്തില്ല, അതാ ചോദിച്ചത്. അല്ല, ഞങ്ങൾ പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? സ്മിതയെന്ന് പേരുണ്ടായിരുന്നു, പക്ഷെ കാണുന്നില്ല, പോയെന്ന് തോന്നുന്നു. ഏത് ബാച്ചാണ് മാം? ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ബാച്ചാ? ഞങ്ങൾ 25th കഴിഞ്ഞു ഞങ്ങളുടെ. ഇനി എനിക്ക് 1 hour സെഷനാ. അല്ലേ? ആ ശരി ശരി. അപ്പൊ ഞാൻ മോർണിംഗ് സർക്കിളിൽ ഒരു ദിവസം ക്ലാസ് എടുക്കാൻ വരാൻ പറഞ്ഞതായിരുന്നു. മാം എങ്ങനാ, ഏത് ബാച്ചിലായിരുന്നു? ഞാനൊക്കെ കുറെ മുമ്പായിരുന്നു. ആണല്ലേ? ഇത് നമ്മുടെ മാഡത്തിന്റെ പേര് അർച്ചന മാം ഇങ്ങനെ എല്ലാവരോടേക്ക് ഇങ്ങനെ ഒന്ന് സൂചിപ്പിക്കാറുണ്ട്, നിങ്ങൾ എല്ലാവരും മോർണിംഗ് സർക്കിൾ വരണം. അതിൽ ഞങ്ങൾക്ക് സ്മിത എന്ന് പറഞ്ഞ ഒരു മാം വന്നിട്ടുണ്ടായിരുന്നു മോർണിംഗ് സർക്കിൾ, എനിക്കൊന്ന് വരാൻ പറ്റിയില്ല. ഒരു ദിവസം പറ. ഞാൻ 1 hour എനിക്ക് വയ്യാത്ത കാരണം ഞാൻ മാറ്റിയത്. എന്റെ 3-ാം തീയതി ആയിരുന്നേ, പിന്നെ September 1st ആക്കിയേക്ക് വേണ്ടത്. എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്. ഫസ്റ്റ് സെഷൻ അല്ലേ? എന്തോ ഓൾ ദ വെരി ബെസ്റ്റ് പറഞ്ഞതായിരുന്നു. ഫസ്റ്റ് സെഷൻ അല്ലേ വരാ. ബെസ്റ്റ് വിഷസ് പറഞ്ഞതാ. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. പിന്നെ ഷഹാന മാം ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു. ഡിസ്റ്റോർട്ടഡ് തിങ്കിങ്, 15 ഡിസ്റ്റോർട്ടഡ് തിങ്കിങ് പറഞ്ഞു. അപ്പൊ കുറച്ചൊക്കെ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റി. ഞാനും അതുകൊണ്ടല്ലേ നമുക്ക് ഓപ്പൺ ആകാൻ പറ്റി. അതുകൊണ്ട് നമുക്ക് അവരുടെ ആ ഒരു മൈൻഡ് കൊണ്ട് നമ്മുടെ മനസ്സിൽ നമുക്കൊരു ചമ്മലില്ലാതെ, ഒരു ടെൻഷൻ ഇല്ലാതെ, നാണമില്ലാതെ നമുക്ക് മുന്നോട്ട് വരാൻ പറ്റുന്നത്. നമ്മൾ എടുക്കുന്ന അവരുടെ ആ ഒരു ഇൻസ്പയർ ഉണ്ടല്ലോ, സ്പിരിച്വലാ നമ്മളെ ഒന്ന് മുന്നോട്ട് കൊണ്ടുവരാനൊന്ന് കുതിപ്പിക്കുന്നത്. അത് മനസ്സിലായി. ഷജന മാഡത്തിന്റെ ആ ഒരു എല്ലാരും വന്ന് പറയുമ്പോ നമുക്ക് അങ്ങനെ വരത്തില്ല. ആ ഒരു ഇന്ററാക്ട് ചെയ്യാനുള്ള ഇംഗ്ലീഷ് ഇന്ററാക്ട് എന്ന് പറയുന്നല്ലേ. ഇതിൽ കുറച്ചൊക്കെ 15 എണ്ണം പറഞ്ഞതിൽ കുറച്ചൊക്കെ എനിക്ക് മുമ്പ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊക്കെ കുറെ ഇപ്പൊ മാറിയിട്ടുണ്ട്. മുമ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഓരോ ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോഴും പിന്നെ നമ്മളുടെ ലൈഫിൽ നിന്ന് തന്നെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ കിട്ടുമ്പോഴൊക്കെ ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറെയൊക്കെ ഒരുവിധം ഇപ്പൊ മൈൻഡൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് ചിന്തിക്കേണ്ടതെന്നൊക്കെ മനസ്സിലായിട്ടുണ്ട്. എന്നാലും വളരെ യൂസ്ഫുൾ ആയിരുന്നു ഈ ഒരു സെഷൻ. എല്ലാവരുടെ എന്താ പറയാ ലൈഫിലും വരുന്ന അല്ലെങ്കിൽ മൈൻഡിൽ വരുന്ന ഓരോ തിങ്കിങ് തന്നെയാണ് ഈ 15 എണ്ണം വരുന്നത്. എന്തായാലും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച് ഷഹാന മാം. താങ്ക് യു മാം. താങ്ക് യു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക് യു. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? താങ്ക് യു. ബൈ. താങ്ക് യു ഓൾ. വെൽക്കം.